സമരഭരിതമാണ് കേരളം. നവകേരള സദസ്സ് തിരുവനന്തപുരം ജില്ലയിൽ എത്തിയതിന് പിന്നാലെ രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിലാണ് കോൺഗ്രസ്. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് തെരുവ് യുദ്ധമായെങ്കിൽ ഇന്നത്തെ ഊഴം KSUവിന്റേതായിരുന്നു. DGP ഓഫീസ് മാർച്ചിൽ മുളക് പൊടിയും ഗോലിയും മുട്ടയുമെല്ലാം സമരായുധമായപ്പോൾ പോലീസ് പ്രതിരോധിച്ചു. KSU നേതാക്കളെ വളഞ്ഞിട്ടടിച്ചു. മാത്യു കുഴൽനാടനും അലോഷ്യസ് സേവ്യറും അടക്കമുള്ളവർക്ക് പരുക്കേറ്റു. വണ്ടിപ്പെരിയാറിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രതിപക്ഷ നേതാവ് കലാപാഹ്വാനം നടത്തുകയാണെന്ന് മന്ത്രിമാർ ഒന്നടങ്കം ആരോപിച്ചപ്പോൾ നീതി കിട്ടിയില്ലെങ്കിൽ നിയമം കയ്യിലെടുക്കുമെന്ന് VD സതീശൻ ആവർത്തിച്ചു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. തല്ലി തീർക്കുമോ? സമരവീര്യം തിരിച്ചുപിടിച്ചോ കോൺഗ്രസ്? ഇനി തെരുവിൽ നേർക്കുനേർ പോരോ? കലുഷിതമായോ കേരളം? ഈ ചർച്ചയിൽ ശ്രീ ജേക്ക് സി തോമസ് CPM, ശ്രീ ജിൻഡോ ജോൺ കോൺഗ്രസ്, ശ്രീ B ഗോപാലകൃഷ്ണൻ BJP എന്നിവർ ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ ജിൻഡോ ജോൺ, ഇന്നലത്തേതിന്റെ ആവർത്തനമായിരുന്നു ഇന്ന്. മുട്ട, മുളക് പൊടി, ഗോലി ഇതൊക്കെയാണ് വിദ്യാർത്ഥികൾ സമരത്തിന് കൊണ്ടുവരുന്നത്. നവകേരള സദസ്സിന്റെ ബോർഡ് തൊട്ട് ചുമട്ടുതൊഴിലാളി യൂണിയന്റെ ഓഫീസിൽ വരെ അക്രമം നടത്തി. പോലീസിന് നേരെ മുളക് പൊടി എറിയുക എന്നൊക്കെയുള്ളത് സാധാരണ നടക്കുന്ന കാര്യമല്ല, അതും ഉണ്ടായി. എന്താണ്, നിങ്ങൾ കലാപത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്? അഭിലാഷേ, ഈ നവകേരള സദസ്സിന്റെ ഈ ജാഥ തുടങ്ങിയ നവംബർ 18-ാം തീയതി മുതൽ ഇന്നലെ വരെ കേരളത്തിന്റെ തെരുവീതികളിൽ എമ്പാടും ഈ KSUക്കാരുടെയും യൂത്ത് കോൺഗ്രസ്സുകാരുടെയും വലിയ വിലാപങ്ങൾ കേട്ടപ്പോൾ അതൊന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി കണ്ടില്ല, കേരളത്തിലെ പോലീസും കണ്ടില്ല. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ നിൽക്കുന്നു എന്നുള്ള ആക്ഷേപത്തിന്റെ പുറത്ത് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ പ്രവർത്തകരെ പോലീസ് സ്റ്റേഷന്റെ മതിൽ ചാടി ചെന്ന് DYFIയുടെ രക്ഷാപ്രവർത്തക സംഘം ആക്രമിച്ചു. ഈ പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത എൽദോസ് കുന്നപ്പള്ളിയെയും സഹപ്രവർത്തകരെയും ഹോസ്പിറ്റലിൽ കയറി DYFIക്കാർ ആക്രമിച്ചു. ഇങ്ങനെ നിരന്തരം അക്രമം നടത്തുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് കല്യാശ്ശേരിയിൽ നടത്തിയ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തലയടിച്ചു പൊട്ടിക്കുന്ന ജീവൻ രക്ഷാപ്രവർത്തനം മാതൃകാപരമാണ്, അത് തുടരണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ പ്രവർത്തകരും നേതാക്കന്മാരും നിരന്തരം പോലീസിനോടും കേരളത്തിലെ സർക്കാരോട് ആവശ്യപ്പെട്ടതാണ്. പ്രതിഷേധിക്കാനുള്ള അവകാശം ഈ രാജ്യത്തെ മുഴുവൻ യുവജന സംഘടനകൾക്കുണ്ട്. DYFIക്കും SFIക്കും ഉള്ളതുപോലെ KSUവിനും യൂത്ത് കോൺഗ്രസിനും യുവമോർച്ചയ്ക്കും ABVPക്കും ഉണ്ട്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ളതിൽ ഞങ്ങളുടെ പ്രതിഷേധത്തെ നിങ്ങൾ പോലീസിനെ ഉപയോഗിച്ച് തടയാൻ നോക്കിയോ? പക്ഷേ DYFIയുടെ ഗുണ്ടാ മർദ്ദക സംഘം ആക്രമിക്കുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പലവട്ടം പറഞ്ഞതാണ്. അതുകൂടാതെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ, മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കേണ്ട ഗൺമാൻ തോക്കിന് പകരം വടികൊണ്ട് വെടിവെക്കുന്ന, തലച്ചോറ് അടിച്ചു പൊട്ടിച്ച് പുറത്തേ അടിക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള മാരകമായ ആക്രമണം നടത്തുന്നത് കണ്ടു. അതും മുഖ്യമന്ത്രി കണ്ടില്ല. 4-5 ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി പത്ര ദൃശ്യമാധ്യമങ്ങൾ കണ്ടില്ല. പിണറായി വിജയൻ എന്നുള്ള പേരിന് പകരം നുണറായി വിജയൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കേണ്ട രീതിയിലേക്കുള്ള പ്രസ്താവനകളുമായി മുന്നോട്ട് പോയപ്പോഴാണ് ഇന്നലത്തെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് സംഘടിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മഹാത്മാഗാന്ധിയാണെങ്കിൽ ഇത് ഇന്ദിരാഗാന്ധിയുടെ കൂടി പാർട്ടിയാണെന്ന് മനസ്സിലാക്കണം. ജവഹർലാൽ നെഹ്റുവിന്റെ സഹിഷ്ണുതയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഉരുക്കുമുഷ്ടിയെക്കുറിച്ച് നിങ്ങൾ ഓർക്കണമായിരുന്നു. നിങ്ങൾ പട്ടാഭി സീതാരാമയെ മാത്രമാണ് ഓർക്കുന്നതെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിനെയും ഓർക്കണമായിരുന്നു. ഇതിലും കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇത് എല്ലാം കൂടിച്ചേരുന്ന ആളുകളാണ്. ഈ രാജ്യത്തെ മുഴുവൻ മത രാഷ്ട്രീയ വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകളുടെ വിശ്വാസ സംഹിതയുടെ ഒരു ആകത്തുകയാണ് കോൺഗ്രസ്. ഇതിലൊരു പരിധിയില്ലേ? ഈ ദേഹം നോവുന്ന, ചോര പൊട്ടിയലിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരന്റെയും KSUക്കാരന്റെയും ഒക്കെ ആ ദേഹത്തെ, ആ ശരീരത്തിലോടുന്ന രക്തം അത്രത്തോളം ആകുന്നതിന് വേണ്ടിയിട്ട് ഈ വലിയ വിലക്കയറ്റത്തിന്റെ കാലത്ത് വലിയ പ്രയാസപ്പെട്ടാണ് ആ ചെറുപ്പക്കാരൊക്കെ ഭക്ഷണം സമ്പാദിക്കുന്നത്, കഴിക്കുന്നതൊക്കെ. അപ്പൊ അത് തല്ലിപ്പൊളിക്കാൻ, അവരുടെ ശരീരം തല്ലിപ്പൊളിച്ച് അവരെ ആശുപത്രിയിലാക്കുമ്പോൾ ഈ കിരാത പ്രവർത്തനത്തെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി തന്നെ എൻഡോഴ്സ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മറ്റൊരു മാർഗമില്ലാതെ വരുമ്പോൾ, പ്രതിരോധിക്കുമ്പോൾ ഇത്തരത്തിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും. അല്ലാതെ ഇത് കോൺഗ്രസിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ KSUവിന്റെ പ്രഖ്യാപിത നിലപാടല്ല, ഞങ്ങളുടെ ശൈലിയല്ല. പക്ഷേ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് DYFIക്കാർ ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം ചെറുത്തു നിൽപ്പിനുള്ള അവകാശമെങ്കിലും ഞങ്ങൾക്ക് ഇല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ല, അവിടെ ശ്രീ ജിൻഡോ, ഇതിന്റെ ക്ലൈമാക്സ് എന്താവും? ഇപ്പം ഇന്നലെയാണ് വർക്കലയിലേക്ക് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് എത്തുന്നത്. ഇന്ന് തിരുവനന്തപുരം ജില്ലയിലായിരുന്നു. അപ്പോൾ അടുത്ത 2 ദിവസം ഇപ്പോൾ കോൺഗ്രസിന്റെ സാമാജികരുടെ മാർച്ച് അടുത്ത ദിവസമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ KSUവിന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ച് KSU നടത്തിയ സമരം എന്നുള്ളതിനപ്പുറത്ത് നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കുമല്ലോ. ഇതാ അടിച്ചാൽ തിരിച്ചടി എന്നുള്ള നിലയിൽ നമുക്ക് ഇനിയും കാണാം എന്നുള്ള നിലയിൽ അപ്പോൾ നമ്മൾ നാളെയും മറ്റന്നാളും ഒക്കെ ഇത് തിരുവനന്തപുരത്ത് പ്രതീക്ഷിക്കണോ?
അല്ല, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ അർദ്ധശങ്കയ്ക്കിടയില്ലാതെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളിതുവരെ കല്യാശ്ശേരി മുതൽ കൊല്ലം ജില്ല വരെ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രതിഷേധിക്കുന്ന സമരഭടന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഞങ്ങൾക്ക് മനസ്സിലാക്കാം. DYFIയുടെയും CPMന്റെയും നരാധമന്മാർ ഗുണ്ടകൾ ആക്രമിക്കുമ്പോൾ കല്ലുകൊണ്ടടിക്കുന്നു. ഒരു സൈഡിൽ കൂടെ പോലീസ് ലാത്തി കൊണ്ടടിക്കുമ്പോൾ മറുവശത്ത് DYFIക്കാർ കല്ലുകൊണ്ട് തലക്കടിക്കുന്നു. അതിനോടൊപ്പം നല്ല നാടൻ നായ്ക്കളെ കൊണ്ട് കടിവര നടത്തുന്നു DYFIക്കാർ. അപ്പോൾ ഞങ്ങൾ പ്രതിഷേധിക്കണ്ടേ, ഞങ്ങൾ പ്രതിരോധിക്കണ്ടേ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ശങ്കയൊന്നും വേണ്ട, ഞങ്ങൾ പ്രതിഷേധിക്കും, ഞങ്ങൾ ആക്രമിക്കുന്നവരോട് ഞങ്ങൾ പ്രതിരോധിക്കുകയും ചെയ്യും. ശരി, അതാണ് ശ്രീ ജെയ്ക് സി തോമസ്. കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ കേരളത്തിന്റെ തെരുവീതികളിൽ ഓടിച്ചിട്ടടിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ്സുകാരെയും KSUക്കാരെയും. ചെടിച്ചട്ടി വെച്ചടിച്ചു, ഹെൽമെറ്റ് വെച്ചടിച്ചു, മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ വലിയ വടി വെച്ചടിച്ചു. അവരുടെ തല പൊട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ ചെറുത്ത് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അടിച്ചാൽ തിരിച്ചും അടി കിട്ടും. അത് ശരി. ഇപ്പോൾ ഞാൻ ബഹുമാനീയനായ നമ്മുടെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചെത്തിയ സഹപാനലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം പൂർണ്ണമായി ഞാൻ കേട്ടില്ല. പക്ഷെ അങ്ങയുടെ ചോദ്യത്തിൻ്റെ ആകെ ഒരു രൂപം അദ്ദേഹത്തിൻ്റെ കൂടെ അഭിപ്രായങ്ങളുടെ വെളിച്ചമാണ് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഈ പറഞ്ഞതുപോലെ കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധികൾ, പ്രത്യേകിച്ച് അദ്ദേഹം DYFI കോട്ട് ചെയ്തിട്ടുണ്ടാകും, DYFIയുടെ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ്സുകാരെ നേരിടാൻ തീരുമാനിച്ചു. ആ അക്രമം സഹിക്കവയ്യാതെയാണ് ഇപ്പോൾ ഈ കലാപത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് എത്രമാത്രം മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, DYFIക്ക് അത്തരം ഒരു തീരുമാനമില്ല. കേരളത്തിൽ സമരം ചെയ്യുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസിൻ്റെ നേതൃത്വത്തെയോ ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധികളെയോ തെരുവിൽ കൈകാര്യം ചെയ്ത് അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക എന്നൊരു തീരുമാനമില്ല. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നില്ല അത് നടപ്പിലാക്കപ്പെടുക എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും അറിയില്ല എങ്കിലും. പിന്നെ ഈ പ്രശ്നങ്ങളുടെ ആകെ തുടക്കം എവിടെ നിന്നാണ്? ആങ്കർ എന്ന നിലയിൽ അങ്ങയുടെ ചോദ്യത്തിൻ്റെ ഭാഗമായി അങ്ങ് സൂചിപ്പിച്ച സ്ഥലനാമം കല്യാശ്ശേരിയാണല്ലോ. കല്യാശ്ശേരിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിസഭാ അംഗങ്ങളും സഞ്ചരിക്കുന്ന, ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ ഓരോ ജില്ലയിലും ഒഴുകിയെത്തുന്ന ഈ നവകേരള നിർമ്മിതിയെ അർത്ഥപൂർണമാക്കുന്ന നവകേരള സദസ്സ്, ആ സദസ്സിൽ സഞ്ചരിക്കുന്ന വാഹനത്തിന് മുമ്പിലേക്ക് ഒരു സമര പ്രഖ്യാപനമില്ലാതെ, ഒരു സമരമുദ്രാവാക്യമില്ലാതെ, ഒരാവശ്യം മുമ്പോട്ടേക്ക് വെക്കാതെ, ചാവേർ പടയാളികളെ പോലെ, ആത്മഹത്യാ സ്ക്വാഡിനെ പോലെ അശ്ലീല സമരരൂപവുമായി ഒരു സംഘം മുമ്പോട്ടേക്ക് എടുത്തു ചാടുകയാണ്. അല്ല, സമരം നിങ്ങൾ നടത്തിയാൽ മഹത്വം, വേറൊരു കൂട്ടർ നടത്തിയാൽ അശ്ലീലം എന്ന് പറയരുത്. സമരമെല്ലാം സമരമാണ്, അതിന്റെ ആവശ്യം എന്തുമാവട്ടെ. ഇനി അങ്ങനെ സമരം നടത്തി, താങ്കൾ പറഞ്ഞ പോലെ രണ്ടുപേര് പോലീസില്ലേ ഇവിടെ? മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സുരക്ഷ നോക്കാൻ ഇവിടെ സംവിധാനമില്ലേ? DYFIക്ക് അവിടെ എന്താണ് റോൾ? അതോ പോലീസിനെ കൊണ്ട് ഇത് പറ്റുന്നില്ല എന്നാണോ? പോലീസിനെ കൊണ്ട് പറ്റാതിരിക്കാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആഭ്യന്തരമന്ത്രിയുടെ കസ്റ്റഡിയിൽ അമർന്നിരുന്ന കാലമല്ലല്ലോ. 7 ഇഞ്ച് ഭാരകണ്ട ചെരുപ്പ് കെട്ടിത്തൂക്കിയിട്ട് പ്രതികളെ നോക്കിയ കാലമൊന്നുമല്ലല്ലോ ഈ കാലം. അപ്പോൾ പോലീസിനെ കൊണ്ട് കഴിവുണ്ടോ ഇല്ലയോ എന്നൊക്കെ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവർ സമരം ചെയ്യുമ്പോൾ അശ്ലീല സമരവും ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ നല്ല സമരവും, അങ്ങനെ ഒരു നിലപാടൊന്നും ഞങ്ങൾക്കില്ല. അങ്ങ് നോക്ക്, ഇന്നിപ്പോൾ ചാൻസലർക്കെതിരെ കേരളത്തിലെ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർ സമരം ചെയ്യുന്നു. എന്താണ് ആ സമരത്തിന്റെ പ്രത്യേകത? അർത്ഥസംഖ്യകൾക്കിടയില്ലാത്ത വണ്ണം പ്രഖ്യാപിച്ചു ഞങ്ങൾ സമരത്തിന് മുന്നോടിയായി. എങ്ങനെ? ചാൻസലർ സഞ്ചരിക്കുന്ന വഴിയിൽ ഒളിഞ്ഞിരുന്ന അദ്ദേഹത്തിന്റെ വാഹനത്തിന് മുമ്പിലേക്ക് ചാടുന്ന ഒരു സമര രീതി എന്ന നിലയിലല്ല, നൂറുകണക്കിന് വിദ്യാർത്ഥികളെ, നൂറുകണക്കിന് യുവതിയുവാക്കളെ അണിനിരത്തിക്കൊണ്ട് ചാൻസലർ ഏത് പൊതുപരിപാടിയിൽ പങ്കെടുത്താലും കേരളത്തിന്റെ സർവകലാശാലകൾ കൊലപാതക കുടുംബത്തിൽപ്പെട്ട RSS നേതൃത്വത്തെ സർവകലാശാലയിൽ കൊണ്ട് ഇരുത്തും എന്ന് ചാൻസലർ പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ മുമ്പിൽ ഞങ്ങൾ കീഴടങ്ങില്ല, ഞങ്ങൾ പ്രതിഷേധിക്കും. ഏത് പൊതുവഴിയിടങ്ങളിലും ഏത് പൊതുപരിപാടിയിലും ചാൻസലർക്കെതിരെ ഞങ്ങൾ കറുത്ത പതാക ഉയർത്തി പ്രതിഷേധിക്കും. നിങ്ങൾ ചാൻസലർക്കെതിരെ സമരം ചെയ്യുന്നു, അവർ മുഖ്യമന്ത്രിക്കെതിരെ സമരം ചെയ്യുന്നു. 1000 പേരെ കൊണ്ടുപോയിട്ടോ 100 പേരെ കൊണ്ടുപോയിട്ടോ അല്ലല്ലോ കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നത്. ജയ്ക്ക് സംസാരിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഞാൻ ഇരിക്കുന്നതിന്റെ 2 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു ചാൻസലറെ. എത്ര പേരുണ്ടായിരുന്നു? 3 പേരോ 4 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കരിങ്കൊടി സമരം, താങ്കൾ SFIയുടെ സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആളല്ലേ? കരിങ്കൊടി കാണിക്കാൻ പോകുന്നത് 1000 പേരെ കൂട്ടിയല്ലോ, 2-3 പേരായിരിക്കും വരിക. അവർ സമരം നടത്തട്ടെ, അവരുടെ ആവശ്യം എന്തോ ആവട്ടെ, അത് നടത്താനുള്ള അവകാശം അവർക്കുണ്ടല്ലോ. അവരങ്ങനെ നടത്തിയപ്പോൾ DYFIക്കാർ അവരുടെ തലയടിച്ച് പൊട്ടിക്കാൻ പോയതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് തിരിച്ച് പ്രതിരോധിക്കേണ്ടി വരുന്നത്, അവർക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നത്, അവർക്ക് ഇന്നലെയും ഇന്നുമായി തിരുവനന്തപുരത്തെ ഇതുപോലെ കലുഷിതമാക്കേണ്ടി വന്നത്. തിരുവനന്തപുരത്തെ സമരത്തെ കലാപകലുഷിതമാക്കേണ്ട വന്നു. അതിന്റെ പ്രത്യേകതയിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇപ്പൊ അങ്ങ് ചൂണ്ടിക്കാണിച്ച ചോദ്യത്തിന്റെ കാര്യത്തിൽ തന്നെ നമുക്ക് അപഗ്രഥനം നടത്താം. എന്താണ് പ്രത്യേകത?
2-3 പേരുമായിട്ട് കരിങ്കൊടി കാണിക്കാൻ പോകാറില്ലേ? നിങ്ങളും പോയിട്ടല്ലേ? ഉണ്ട്. പക്ഷേ പ്രത്യേകത എന്താണ്? ഞങ്ങൾ സമരം പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ചാൻസലറുടെ ഈ തെറ്റായ നീക്കങ്ങൾക്കെതിരെ. അതിപ്പോൾ ഈ വിഷയത്തിൽ മുമ്പ് ഉയർന്നു വന്നിട്ടുള്ള ഏത് സമാനമായ വിഷയത്തിലും അന്തസ്സോടുകൂടെ ഞങ്ങൾ പൊതുപരിപാടി ബഹിഷ്കരിക്കും, ഈ നേതൃത്വത്തിനെതിരെ, ഈ നേതാവിനെതിരെ ഞങ്ങളുടെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകും എന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് ഞങ്ങൾ സമരം ആരംഭിച്ചിട്ടുള്ളത്. ഞാൻ ആങ്കറോടൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, കല്യാശ്ശേരിയിൽ ഒരു സംഘം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധികൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭാംഗങ്ങൾ സഞ്ചരിക്കുന്ന ബസ്സിന് മുമ്പിലേക്ക് ആത്മഹത്യാ സ്ക്വാഡിനെ പോലെ എടുത്തു ചാടുമ്പോൾ എന്തായിരുന്നു സമരമുദ്രാവാക്യം? മാതൃഭൂമിക്ക് അറിയാമായിരുന്നോ? അല്ലെങ്കിൽ മാതൃഭൂമി പ്രക്ഷേപണം ചെയ്തിരുന്നോ? ആങ്കർക്ക് വ്യക്തിപരമായി അറിയാമായിരുന്നോ? നവകേരള ബസ്സിന് മുമ്പിൽ കറുത്ത പതാക കാണിക്കുമ്പോൾ ഇവരുടെ സമരാവശ്യം, സമരമുദ്രാവാക്യം, ആ സമരം തിരുവനന്തപുരം വരെ തുടരുമെന്ന് പ്രഖ്യാപിക്കാൻ ഉതകും വിധമുണ്ടായ പശ്ചാത്തലം, കാരണം, കാര്യം എന്താണെന്ന് അങ്ങേക്ക് അറിയാമായിരുന്നോ? നമുക്ക് ആർക്കും അറിയാമായിരുന്നില്ല. സഞ്ചരിക്കുന്ന പ്രഖ്യാപിച്ച ഒരു സമരം ആയിരുന്നില്ല ജയിക്ക്. പക്ഷെ തുടർന്ന് അങ്ങോട്ടുള്ള സമരത്തിന് അന്നത്തെ മർദ്ദനം മാത്രം മതിയാകുമല്ലോ ഒരു സംഘടനയെ സംബന്ധിച്ച്. ആദ്യത്തെ ദിവസത്തെ സമരത്തിന്റെ കാരണം എന്താണ് എന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല. യൂത്ത് കോൺഗ്രസ് വിശദീകരിക്കേണ്ട കാര്യമാണ്. എന്ത് തന്നെയും ആയിക്കോട്ടെ, ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ. ഇനിയിപ്പോൾ ഒരു കാരണവുമില്ലാതെ ഒരു ഭരണാധികാരിക്കെതിരെ ഒരാൾ മുദ്രാവാക്യം വിളിച്ചു, ഒരു കാരണവുമില്ലാതെ ഒരു ഭരണാധികാരിയെ ഒരാൾ കരിങ്കൊടി കാണിച്ചു എന്ന് വെക്കുക, അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ അവരെ മർദ്ദിച്ച് മൃതപ്രായരാക്കുക എന്നുള്ളതാണോ ജനാധിപത്യം? നിങ്ങളുടെ പാർട്ടിക്കാരോടാണെങ്കിൽ സഹിച്ചു തരുമോ? സമ്മതിച്ചു തരുമോ? ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾക്കില്ല, അങ്ങനെ ഒരു സമീപനവും എടുത്തിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ ആത്മഹത്യാ സ്ക്വാഡിനെ പോലെ യൂത്ത് കോൺഗ്രസിന്റെ ചില പ്രചാരകന്മാർ, ചില വ്യാജ സംഘങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കാൻ ഉതകുമ്പോൾ സംഘർഷാത്മകമായ അന്തരീക്ഷം കേരളത്തിൽ പല ജില്ലകളിലും ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ബസ്സിന് നേരെ ഷൂ എറിയുന്നു. ആ ഷൂ എറിയുന്നത് ഞങ്ങൾ തിരുവനന്തപുരം വരെ തുടരുമെന്ന് പറയുന്നു. കൊല്ലത്തെത്തുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും സഞ്ചരിച്ച വാഹനത്തിന്റെ ചില്ലടിച്ച് പൊട്ടിക്കുന്നു. അത് ഇനിയും തുടരുമെന്ന് പറയുന്നു. ഈ സമര വൈകൃതങ്ങളെയൊക്കെ അങ്ങ് കാണുന്നില്ലേ? അപ്പോൾ സ്വാഭാവികമായി സംഘർഷാത്മകമായ അന്തരീക്ഷം ഇവർ ക്ഷണിച്ചു വരുത്തുന്നതല്ലേ? അതിന്റെ തുടർച്ചയിലോ അങ്ങയുടെ ജീവിതത്തിൽ, അങ്ങ് എവിടെയെങ്കിലും മാധ്യമ പ്രവർത്തന ജീവിതത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മുട്ടയ്ക്കുള്ളിൽ മുളക് പൊടി എറിഞ്ഞുകൊണ്ട് ഒരു സമരത്തിന് വരുന്നത്? ഓടിന് കീഴെ ഉപയോഗിക്കേണ്ട വലിയ പട്ടിക ആണി തറച്ച പട്ടിക കൊണ്ട് പോലീസിനെ ആക്രമിക്കുന്നത്, ഹെൽമറ്റും കുടയുമായി വന്ന് മുൻകൂട്ടി കത്തുന്ന വെയിലുള്ളപ്പോൾ ഹെൽമറ്റും കുടയുമായി വന്ന് സമരത്തിൽ പങ്കെടുക്കുന്നത് അങ്ങയുടെ മാധ്യമ പ്രവർത്തന ജീവിതത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നിട്ട് ഇപ്പോൾ പറയുന്നു എന്തോ മർദ്ദനം എന്നുള്ളത്. ഒരു ടിയർ ഗ്യാസ് പൊട്ടിയോ, ഒരു ഗ്രനേഡ് പൊട്ടിയോ, എത്ര തവണ ലാത്തി ചാർജ് ഉണ്ടായി? ആരുടെയൊക്കെ കാലും കൈയും ഒടിഞ്ഞു? ഇതിങ്ങനെയൊക്കെയുള്ള സമരരൂപങ്ങളല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്? ഇലക്ട്രിക് ലാത്തി ഉപയോഗിച്ച കാലം കോൺഗ്രസ് നേതാക്കന്മാർ മറന്നാലും ആങ്കർ മറക്കാൻ പാടില്ലല്ലോ. അങ്ങേക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. കറുത്ത പതാക ഉയർത്തിയതിന്റെ പേരിൽ 5 പേരെ വെടിവെച്ച് കൊല്ലുക മാത്രമല്ലല്ലോ, 2016 പുറകിലുണ്ടായിരുന്ന താരപരിവേഷം അണിഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാരുടെ കാലം യൂത്ത് കോൺഗ്രസ് നേതാവ് ഓർക്കുന്നില്ല? അന്ന് വാഹനം ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച തിരുവനന്തപുരം ജില്ലയിലെ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്റെ പേര് അനീഷ് എന്നാണ്. ഞങ്ങൾ ഇപ്പോഴും ഓർമ്മിപ്പിക്കാം. അതോടൊപ്പം ജനനേന്ദ്രിയം പോലീസ് തകർത്ത് കളഞ്ഞു കറുത്ത പതാക ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ. അതോടൊപ്പം അതിന്റെ തുടർച്ചയിൽ സമരം സെക്രട്ടേറിയറ്റിലേക്ക് നയിച്ചപ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ഏതെങ്കിലും ഒരു അറ്റത്തെ ഒരു തുണിക്കഷ്ണം മാറിപ്പോവുകയല്ല ചെയ്തത്. അവരുടെ തൊട അടക്കം മാംസച്ചീളുകൾ ചിതറിയൊഴിച്ച് ഒരു കാൽ നഷ്ടപ്പെടുത്തുന്നിടത്തോളം എത്തിയ കാലം ഏതായിരുന്നു എന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ഓർമ്മിക്കുന്നത് നല്ലതാണ്. അതൊന്നും മൊട്ടയ്ക്കകത്ത് മുളക് പൊടി എറിഞ്ഞുകൊണ്ടുണ്ടായതല്ല. ഹെൽമറ്റും ആണിതറച്ച പട്ടികയുമായി പോലീസിനെ ആക്രമിച്ചപ്പോഴും ഉണ്ടായതല്ല. ഇങ്ങനത്തെ സമരങ്ങളെ കേരളത്തിലെ പോലീസ് അസാധാരണമായ ദയാരഹിതമായ അനുഭവങ്ങളോടുകൂടെ നേരിട്ട ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഈ നവകേരള സദസ്സ് സംഘടിപ്പിച്ചു, ലക്ഷങ്ങൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നു. കോൺഗ്രസ് നേതൃത്വം എല്ലാ ജില്ലയിൽ നിന്നും ഒഴുകിയെത്തുന്നു. അതിനെതിരെ കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിച്ചു. 100 പേര് പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിക്കുമ്പോഴാണ് ചാൻസലറോടൊപ്പം എന്ന് KPCC പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നു. കേരളത്തിന്റെ മതനിരപേക്ഷ ശരി ഒന്നാകെ തള്ളിപ്പറയുന്ന അന്തരീക്ഷത്തിലേക്ക് മാറുന്നു. അപ്പോഴതാ മുളക് പൊടിയും ചീമുട്ടയും ഹെൽമറ്റും ആണിതറച്ച പട്ടികയും തന്നെ ശരണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചില സംഘടനകൾ മുമ്പോട്ടേക്ക് വരുന്നു. എന്നിട്ടും അങ്ങ് ഓർമ്മിക്കേണ്ടത്, കേരളത്തിലെ എല്ലാ മാധ്യമങ്ങൾക്കും പറയേണ്ട വന്നു, അസാധാരണമായ സംയമനം. ഗ്രനേഡ് പൊട്ടിയില്ല, ടിയർ ഗ്യാസ് വീണില്ല, വെടിയുണ്ടകൾ ചിതറിത്തെറിച്ചില്ല. ഇതൊക്കെ 2016 പുറകിലുണ്ടായതാണ്. അങ്ങ് ഓർമ്മിക്കണം. ശരി, അതാണ് CPM-ന്റെ അക്കാര്യത്തിലെ വിശദീകരണം. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇന്നലെയും ഇന്നുമായി നോക്കൂ, കേരളത്തെ ഇളക്കി മറിക്കുകയാണ് യൂത്ത് കോൺഗ്രസും KSUവും ഒക്കെ. ഇന്നലെ തിരുവനന്തപുരത്ത്, അതുപോലെ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്ക് മുമ്പിൽ, ഇന്ന് തിരുവനന്തപുരത്തും വണ്ടിപ്പെരിയാറിലും. കണ്ടിട്ട് കൊതിയാവുന്നുണ്ടോ? വാസ്തവത്തിൽ എനിക്കൊരു ആഗ്രഹമുണ്ട്, കൊതിയല്ല, ആഗ്രഹം. നമ്മുടെ ഈ കലാപഭൂമിയെ എത്രയും പെട്ടെന്ന് ശാന്തമാക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് VD സതീശൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി ഡൽഹിയിലുണ്ട്. അദ്ദേഹം വയനാട് MP യുമാണ്.
ഈ സ്നേഹത്തിൻ്റെ ഒരു കട വളരെ പെട്ടെന്ന് നമ്മുടെ ഈ തിരുവനന്തപുരത്ത് തുറക്കണം. അതിന് വി ഡി സതീശനും പിണറായി വിജയനും കൂടി സംയുക്തമായിട്ടൊരു പറഞ്ഞാൽ മതിയല്ലോ. ജസ്റ്റ് വേണുഗോപാലിനെ ഒരു ഫോൺ വിളിച്ച് പറഞ്ഞാൽ ഒരു സ്നേഹത്തിൻ്റെ കട മധ്യപ്രദേശിലും അതുപോലെ യു പിയിലും വടക്കേ ഇന്ത്യയിലെ ചാണക സംസ്ഥാനങ്ങളിലെല്ലാം തുടങ്ങിയ ഒരു സ്നേഹത്തിൻ്റെ കട ഇവിടെ തുടങ്ങിയ ഈ പ്രശ്നം തീരില്ലേ? ഞങ്ങൾക്ക് ഒരു കൊതിയുമില്ല. കാരണം ഭാരതീയ ജനതാ പാർട്ടി യുവമോർച്ചയൊക്കെ വളരെ എന്താ പറയുക രസകരമായി ഈ കാര്യങ്ങൾ കാണുക. ഈ നവകേരള സദസ്സെന്ന് പറയുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, ഇത് കണ്ണൂരിൽ നിന്ന് തുടങ്ങി കാസർഗോഡ് നിന്ന് മഞ്ചേശ്വരത്ത് നിന്ന് കാസർഗോഡ് നിന്ന് തുടങ്ങി ഇത് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ കേരളത്തിലെ സാധാരണ ജനങ്ങൾ, മറിയക്കുട്ടി അടക്കമുള്ള സാധാരണ ജനങ്ങൾ, ആ സാധാരണ ജനങ്ങൾ ഇതിനെ എങ്ങനെയാണ് വീക്ഷിക്കുന്നത് എന്ന് ഇന്നത്തെ മറിയക്കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ അത് വ്യക്തമാണ്. മറിയക്കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ പറയുന്നത്, എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഞാൻ വാസ്തവത്തിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. മറിയക്കുട്ടി ഇന്ന് പറഞ്ഞിരിക്കുകയാണ്, ഒരു പട്ടിക്ക് ഒരു ബിസ്ക്കറ്റ് പോലും കിട്ടിയിട്ടില്ല ഈ യാത്രയിൽ. അപ്പോൾ അതാണ് ഇത്ര വലിയ നവകേരള സദസ്സ്. ഇത് ഇന്ന് പറഞ്ഞത് മറിയക്കുട്ടിയാണ്. അപ്പോൾ മറിയക്കുട്ടിക്ക് അനുകൂലമായിട്ട് ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണവും വന്നു. കേരളത്തിലെ മറിയക്കുട്ടിമാർക്ക്, കേരളത്തിലെ സാധാരണക്കാർക്ക് ഈ നവകേരള യാത്രയോടുള്ള സമീപനം എന്താ എന്ന് ഇതിലൂടെ വ്യക്തമാണ്. വാസ്തവത്തിൽ ഇതിൻ്റെ മുമ്പിൽ പോയി ഈ കറുത്ത കൊടി കാണിച്ച് ഈ നെഞ്ചു വിരിച്ച് നിന്ന് ഇവന്മാരുടെ തല്ല് മേടിച്ച് ഇവന്മാർ കൊട്ടക്കണക്കിന് ചവിട്ടും തല്ലും ചെടിച്ചട്ടി എടുത്ത് തലയിലടിച്ച് ഈ പ്രശ്നമൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ തീരുമാനിച്ചതാ ഇതങ്ങനെ അങ്ങ് പൊക്കോട്ടെന്ന്, ഇതവിടെ പോവുക. ഇതിന് എതിർ പരിപാടി എന്ന് പറയുന്നത് പൊതുസമൂഹത്തെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഈ തല്ല് മേടിക്കലല്ല. കൊല്ലം വരെ തല്ല് കിട്ടിയില്ലേ? കൊല്ലം വരെ തല്ല് കിട്ടിയപ്പോൾ കൊല്ലത്ത് വെച്ച് യുവമോർച്ചയുടെ ആളുകൾ രംഗത്തേക്ക് വന്നു. അവർ തല്ലാനും കുത്താനൊന്നും പോയില്ല. അവർ രംഗത്ത് വന്ന് അവരൊരു പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചു. ഒരു ശരീരം മുഴുവനും വെള്ള പെയിൻ്റ് അടിച്ചു. കറുത്ത കൊടി കാണാൻ പാടില്ല, കറുത്ത ഷർട്ട് കാണാൻ പാടില്ല, കറുത്ത ചുരിദാർ കാണാൻ പാടില്ല, കറുത്ത കൊട കാണാൻ പാടില്ല എന്ന് വന്നപ്പം ദേഹം മുഴുവനും വെളുത്ത പെയിൻ്റ് അടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ വന്നു. അവൻ്റെ പിന്നാലെ കുറച്ച് യുവമോർച്ചയുടെ ആൾക്കാരും വന്നു. അപ്പോൾ അത് സഹിക്കാനാവാതെ CPM-ൻ്റെ ആളുകൾ ഈ യൂത്ത് കോൺഗ്രസ് ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല, വന്നു. അപ്പോൾ യുവമോർച്ചക്കാരുടെ ആയതുകൊണ്ട് അവർ നല്ല തല്ലി അവസാനം തല്ലിയിട്ടൊക്കെ ആശുപത്രി കിടപ്പുണ്ട്. അപ്പോൾ യുവമോർച്ചക്കാരുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയപ്പോഴാണ് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായത് ഇനിയും തല്ലുകൊണ്ട നാട്ടിൽ ചെറുപ്പക്കാരുണ്ടാവില്ല ഞങ്ങളുടെ കൂടെ നിൽക്കാൻ. അപ്പോഴാണ് ഇവർ നല്ല രംഗത്തേക്ക് വന്നത്. പക്ഷേ ഞങ്ങൾക്കിതിനകത്തൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ ഈ അഭിപ്രായ വ്യത്യാസം ഇവിടെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. പല പ്രാവശ്യം രേഖപ്പെടുത്തിയതാണ് എങ്കിൽ പോലും. അതായത് നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്ന നവകേരള യാത്രക്കെതിരെ പ്രതിഷേധിക്കാനുള്ള അവകാശം ജനാധിപത്യപരമായിട്ട് എല്ലാവർക്കും ഉണ്ട്. പ്രതിഷേധിക്കാൻ അവകാശമില്ല എന്ന് പറയുന്നത് ജനാധിപത്യ മര്യാദയല്ല. ചാവേറുകളായിട്ട് ബസ്സിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യ നടത്താൻ വേണ്ടി ശ്രമിച്ചു എന്നൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പണ്ട് മന്ത്രിമാരുടെ കാറിൻ്റെ മുമ്പിൽ ചാടി പാരമ്പര്യമുള്ളവരെ ഇന്നത്തെ മന്ത്രിമാർ. അപ്പോൾ ആ രീതിയിലൊന്നും ഇവിടെ നടന്നിട്ടില്ല. ഇവിടെ നടന്നത് കറുത്ത കൊടിയുമായിട്ട് ചില യുവാക്കൾ രംഗത്ത് വന്നു റോഡിൻ്റെ സൈഡിൽ. പക്ഷേ അവരെ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ച് മാരകമായി ഉപദ്രവിക്കുക, എന്നിട്ട് അതിനെ ജീവൻ രക്ഷാപ്രവർത്തനമായിട്ട് പ്രഖ്യാപിക്കുക. ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ചതിനെ ജീവൻ രക്ഷാ പ്രവർത്തനമാക്കുന്ന ഒരു മാതൃകാ സംസ്ഥാനമാണ് കേരളം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ പറഞ്ഞു കൊലപാതകികളുടെ കുടുംബാംഗങ്ങളെ സെനറ്റിൽ കയറ്റില്ല എന്ന്. ഇവിടുത്തെ CPM-ൻ്റെ പ്രതിനിധി പറഞ്ഞു ഈ കൊലപാതകികളുടെ കുടുംബാംഗങ്ങളെ കയറ്റില്ല എന്ന് പറഞ്ഞ അതേ ആർജവത്തോടെ കൊലപാതകികളെ മുഖ്യമന്ത്രിയായിട്ട് ഇരുത്താനും തയ്യാറാവില്ല എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? ബാലൻ പൂതേരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അന്ധനാണ്, കണ്ണ് കാണില്ല, പത്മശ്രീ കിട്ടിയിട്ടുണ്ട്, നിരവധി പുസ്തകം എഴുതിയിട്ടുണ്ട്. അയാൾ ഒരു കൊലപാതക കേസിലും പ്രതിയല്ല, അയാളെയും തടഞ്ഞു. അത് പോട്ടെ, ഞാനതിലൊന്നും എതിർപ്പില്ല. കാരണം അതൊക്കെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. തടയാൻ പോകുന്നതും സമരം ചെയ്യുന്നതും അതിനെനിക്ക് വിരോധമില്ല. ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നില്ല. എൻ്റെ വിഷയം ഇതാണ്. എൻ്റെ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. ജനാധിപത്യപരമായിട്ട് പ്രതിഷേധിക്കാനുള്ള അവകാശമില്ലേ? ജനാധിപത്യപരമായി പ്രതിഷേധിക്കുമ്പോൾ ഈ രീതിയിലുള്ള അക്രമമാണോ നടത്തുക?
ഇനി ഡിവൈഎഫ്ഐക്കാർ അക്രമം നടത്തി, ഞാൻ തീർക്കാം. ഡിവൈഎഫ്ഐക്കാർ അക്രമം നടത്തി, ഞാൻ അതിനെ ഒഴിവാക്കുക. പോലീസുകാർ, അതും ഗൺമാൻ, നിങ്ങൾ ആ വിഷ്വലൊന്ന് ഇടേണ്ടേ അഭിലാഷേ, ആ വിഷ്വലൊന്ന് കാണും. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഒരിക്കലും പോലീസുകാരോ അല്ലെങ്കിൽ സാധാരണക്കാരോ മർദ്ദിക്കുമ്പോൾ ചെരിഞ്ഞിട്ടാണ് അടിക്കുക. ഈ ചെരിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ എന്തിനാണെന്നറിയോ? ദേഹത്ത് കൊള്ളാനാ, ചാവില്ല. നിങ്ങൾ ആ ഗൺമാൻ്റെ അടി ശ്രദ്ധിച്ചോ? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ, അയാൾക്ക് എന്ത് അവകാശം ഈ കുട്ടികളെ അടിക്കാൻ? ആ ഗൺമാൻ വന്ന് അടിക്കുന്നത് ഒടുക്കത്തെ അടിയാ, കൊല്ലാനുള്ള അടിയാ, കൊല്ലുക. നിങ്ങളൊന്നും ആ വിഷ്വലിട്, ഇങ്ങനെയാണ് അടിക്കുന്നത്. അങ്ങനെ ആരും അടിക്കില്ല. അത് കഴിഞ്ഞപ്പം വേറൊരു എസ്കോർട്ട് പോലീസുകാരൻ, നിങ്ങൾ വാടാ, ഞങ്ങൾ കാണിച്ചു തരാം. എൻ്റെ ചോദ്യം ഇതാ, ജനാധിപത്യത്തിൻ്റെ പ്രക്രിയയിലുള്ള മുഖ്യമന്ത്രിയാണെങ്കിൽ ഗൺമാനെതിരെ നടപടിയെടുക്കണ്ടേ? ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള ഭരണാധികാരിയാണെങ്കിൽ ആ എസ്കോർട്ടുമായി ബന്ധപ്പെട്ട ആ മനുഷ്യനെതിരെ കേസെടുക്കണ്ടേ? ജനാധിപത്യപരമായിട്ടുള്ള സമീപനമാണെങ്കിൽ ഇത് അവസാനിപ്പിക്കണ്ടേ? ശരി. അപ്പൊ ജനാധിപത്യമാണോ അക്രമമാണോ ഈ നവകേരള യാത്രയുടെ ലക്ഷ്യം? അത് വ്യക്തമാക്കണ്ടേ? എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. ഇതിന്റെ പിന്നാലെ ഞാൻ ഒറ്റ വരി, ഇതിന്റെ പിന്നാലെ പോയിട്ട് താങ്കൾ ചോദിച്ചോണ്ട് പറയാം, ഇതിന്റെ പിന്നാലെ പോയി, നവകേരള യാത്രയുടെ പിന്നാലെ പോയി ഞങ്ങൾ അടിയുണ്ടാക്കി കോൺഗ്രസിന് ഊർജ്ജം ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് വേറെ പണി ഞങ്ങൾ ചെയ്യുന്നു. ശരി ശരി, ഓക്കെ. ശ്രീ ജിൻഡോ ജോൺ, അല്ല അതൊക്കെ നിങ്ങൾ എന്തുവാണെ പറഞ്ഞോളൂ. ശരി, ശ്രീ ജിൻഡോ ജോൺ, നോക്കൂ, ഇവിടെ ഇപ്പോ CPM-ന്റെ വേർഷൻ എന്ന് പറയുന്നത് സർക്കാരിന്റെ ഒരു പരിപാടി നടത്തുന്നു, എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ, സർക്കാരിന്റെ ഏതെങ്കിലും ഒരു തീരുമാനത്തിൽ പ്രതിഷേധം ഉണ്ടെങ്കിൽ ആ തീരുമാനമുള്ള സമയത്ത് പ്രതിഷേധം പ്രകടിപ്പിക്കാൻ വേണ്ടി മന്ത്രിമാർക്ക് കരിങ്കൊടി കാണിക്കുക തുടങ്ങിയ സമര പരിപാടികളുണ്ട്. സർക്കാർ ഇപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു, ആ തീരുമാനത്തോടുള്ള പ്രതിഷേധം എന്നുള്ള നിലയിൽ പ്രതിഷേധിക്കുന്ന സംഭവ വികാസങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും അങ്ങനെ അല്ലാതെ, അതായത് സർക്കാർ ഒരു പരിപാടി നടത്തുന്നു, അവർ നേരത്തെ അനൗൺസ് ചെയ്ത പരിപാടിയാണ്, ആ പരിപാടി നടത്തുന്നു, അത് പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് അവിടെ വേറെ രാഷ്ട്രീയ വിഷയങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ സമരം ചെയ്യാൻ വരുന്നു. ആത്മഹത്യാ സ്ക്വാഡിനെ ഇറക്കി വണ്ടിയുടെ മുമ്പിൽ ചാടിയപ്പോഴാണ് ഇങ്ങനെ രക്ഷാപ്രവർത്തനം, സോക്കോൾഡ് രക്ഷാപ്രവർത്തനം വേണ്ടി വന്നതെന്നുള്ളതാണ് CPM-ന്റെ ഇപ്പോഴത്തെയും വെർഷൻ. അഭിലാഷേ, ഇത് ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇതൊരു സർക്കാർ പരിപാടിയല്ല. ഈ പരിപാടിയുടെ ഉദ്ഘാടന വേദിയിൽ EP ജയരാജനും PK ശ്രീമതിയും MV ഗോവിന്ദനെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തിയ CPM-ന്റെ LDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയാണ് സർക്കാർ ഖജനാവ് കൊള്ളയടിച്ചുകൊണ്ട് നടത്തുന്നത്. ഇനി അതവിടെ നിൽക്കട്ടെ, ഇതിനോട് ഞങ്ങൾക്ക് രൂക്ഷമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ പ്രത്യക്ഷത്തിൽ യാതൊരുവിധ സമര പരിപാടികളും ഇതിനെതിരെ ഈ ജാഥ തടയാനായിട്ടൊന്നും ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. പക്ഷെ കല്യാശ്ശേരിയിൽ നടന്ന കാര്യങ്ങളുടെ സ്വീക്വൻസിനെ ജയ്ക്ക് തന്ത്രപൂർവ്വം തിരിച്ചു പറയുകയാണ്. അവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയല്ല ആദ്യം ചെയ്തത്. അവിടെ വരുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ കരുതൽ തടങ്കലിൽ വെക്കുകയാണ് പോലീസ്. എന്തുകൊണ്ടാണ് അവിടെ കരുതൽ തടങ്കലിൽ വെച്ചത്? കണ്ണൂർ തൊട്ട് കാസർഗോഡ് തൊട്ട് കല്യാശ്ശേരി വരെ ഒരു പ്രതിഷേധവും ഞങ്ങൾ പ്രത്യക്ഷത്തിൽ നടത്തിയില്ലല്ലോ. പക്ഷേ അവിടെ കരുതൽ തടങ്കലിൽ വെച്ചപ്പോൾ അതിനെതിരെ കരിങ്കൊടിയുമായിട്ട് വഴിയരികിൽ നിന്ന ചെറുപ്പക്കാരെ തലയടിച്ച് പൊട്ടിക്കാൻ ഹെൽമറ്റും ചെടിച്ചട്ടിയും ഒക്കെ ഉപയോഗിച്ചപ്പോൾ, കുറുവടിയൊക്കെ ഉപയോഗിച്ചപ്പോൾ ഞങ്ങൾ പ്രതിഷേധിച്ചു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ജീവൻ രക്ഷാ മാർഗമാണ്, നല്ല മാതൃകയാണ്, ഇനിയും തുടരണം എന്ന് പറഞ്ഞ് ഒരു ഇളിഞ്ഞ ചിരിയും ചിരിച്ചു. അന്ന് മുതലാണ് യൂത്ത് കോൺഗ്രസ് പരസ്യമായിട്ട് പ്രതിഷേധവുമായിട്ട് വരുന്നത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ജയ്ക്ക് പറയുന്നുണ്ട് DYFI അങ്ങനെ അക്രമത്തിനൊന്നും തീരുമാനിച്ചിട്ടില്ല എന്ന്. ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാരും കൂടി നികുതി കൊടുത്തിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് സർവ്വസന്നാഹങ്ങളും ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് ഈ നികുതി കൊടുക്കുന്ന ഞങ്ങൾക്ക് ഈ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. അതിൽ DYFIയുടെ തീരുമാനമൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. നിങ്ങൾ പറഞ്ഞ DYFI തീരുമാനിച്ചെങ്കിൽ മറ്റൊരു തരത്തിലാകുമായിരുന്നു. അപ്പോൾ DYFIയുടെ തീരുമാനമില്ലാതെയാണോ കൊല്ലത്ത് നിങ്ങളുടെ ഏരിയ കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള വൈശാഖ് കുറുവടിയും കല്ലുമായിട്ട് ഓടിയെടുക്കുകയും യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിക്കുകയും അവസാനം അതുകൊണ്ട് നിലനിൽക്കില്ല എന്ന് കണ്ടപ്പോൾ പട്ടി കടിക്കുന്ന പോലെ, തെരുവുനായ കടിക്കുന്ന പോലെ കറുമുറാന്ന് കടിച്ചിട്ടും പോയില്ലേ? അത് DYFIയുടെ ആഹ്വാനം ഇല്ലാതെയായിട്ടാണെങ്കിൽ ഇത്തരം തെരുവ് നായകളെ പിടിച്ച് ചങ്ങലക്കിടാനുള്ള ബാധ്യതയെങ്കിലും DYFI കാണിക്കണം. ഇനി ലാത്തിയും കല്ലും ഹെൽമറ്റും കുറുവടിയും ഒക്കെ ജീവൻ രക്ഷാ മാർഗങ്ങളാണെന്ന് പ്രഖ്യാപിച്ചത് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാ. അത് ഞങ്ങളിടയ്ക്കൊന്ന് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തത്ര പേടി? ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പേടി? ഇന്ന് വണ്ടിപ്പെരിയാറിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ DYFIക്കാരെ എന്തിനാ മർദ്ദിച്ച്? വണ്ടിപ്പെരിയാറിൽ ഇന്ന് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി സമരം ചെയ്ത് എന്തിനാ? 6 വയസ്സായ ഒരു പിഞ്ചു പെൺകുട്ടിയെ DYFIയുടെ ഒരു സഖാവ്, ജീവൻ രക്ഷാ പ്രവർത്തക സംഘത്തിലെ ഒരുത്തൻ അവിടെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയതിന് അയാൾക്കെതിരെ പോലീസും പ്രോസിക്യൂഷനും സർക്കാരും പരാജയപ്പെട്ടപ്പോൾ അയാൾ കൽത്തുറങ്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. അതിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പച്ചക്കള്ളം പറയുന്നു.
അല്ല, അങ്ങ് പലതും പറഞ്ഞ് ഇടപെട്ടില്ല. ഈ വിഷയത്തിൽ അങ്ങ് പച്ചക്കള്ളം പറയുന്നു. അങ്ങനെ തുടരാൻ പാടില്ല. അങ്ങേക്ക് ഡിവൈഎഫ്ഐയുടെ അദ്ദേഹത്തിന് ഘടകത്തിലെയാണ് നിങ്ങളെ പോലെ വ്യാജന്മാരുടെ സംഘമാണ് ഡിവൈഎഫ്ഐ. ശരി, അതിൽ താങ്കൾ അങ്ങ് വ്യക്തമാക്കിക്കോ. അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ ഘടകം ഏതാണ്, ഏത് ഘടകത്തിൽ ഏത് ഭാരവാഹിയാണ് അങ്ങ് വ്യക്തമാക്കിയാൽ ഞാൻ നിർത്താം. കള്ളം പറഞ്ഞു എന്ന് അങ്ങ് സമ്മതിക്കണം. ജയിക്ക് ഞാനിനി ഞാനൊന്ന് പറയട്ടെ. താങ്കൾ ഇങ്ങനെ കയറി വെടിവെക്കില്ല. ഞാനൊന്ന് പറയട്ടെ. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകൻ ഒറ്റ കാര്യം അങ്ങ് പറഞ്ഞതിന് തുടർച്ചയാണ്. ഡിവൈഎഫ്ഐയുടെ ഏത് ഘടകത്തിന്റെ ഭാരവാഹിയായിരുന്നു അദ്ദേഹം? ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. താങ്കൾ വിഷമിക്കില്ലേ? താങ്കൾ തങ്ങളുടെ മുഖ്യമന്ത്രിയെ പോലെ ഇത്രത്തോളം അസഹിഷ്ണുത കാണിക്കില്ല. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ, നമുക്ക് സമയമുണ്ടല്ലോ. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകനും സഹയാത്രികനും സഹപ്രവർത്തകനും അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ സമ്മേളനം നടക്കുമ്പോൾ നിങ്ങളുടെ നേതാക്കന്മാരുടെ മുന്തിയ നേതാക്കന്മാരുടെ ഒപ്പം നിന്ന് റെഡ് വോളണ്ടിയർ കുപ്പായം ഇട്ടുകൊണ്ട് ഇവനൊക്കെ ഫോട്ടോ എടുക്കാൻ എങ്ങനെ സൗകര്യം കിട്ടിയ നാട്ടിലെ പിഞ്ചു പെൺകുട്ടികളെ പീഡിപ്പിച്ചു കൊല്ലുന്ന നരാധവന്മാർക്ക് നാളിതുവരെ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കാരനല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇന്നെങ്ങനെ ജയിക്കുന്ന ഈ പുതിയ അഭിപ്രായം കിട്ടുന്നത്? നിങ്ങൾ പറയണം. പാർട്ടിക്കാരല്ലാത്തവർക്കൊക്കെ ഈ കുപ്പായം നിങ്ങൾ ഞാൻ പൂർത്തിയാക്കട്ടെ. താങ്കൾ വെയിറ്റ് ചെയ്യൂ. ഞാൻ പൂർത്തിയാക്കട്ടെ. വയനാട് എംപിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തവൻ ജയിലിൽ കിടക്കുന്നുണ്ട് പല കേസിൽപ്പെട്ട്. പറയണോ ആരാന്ന്? സാമ്പത്തിക തട്ടിപ്പ്, പോക്സോ കേസ്, വയനാട് എംപി ഈ കേസിന് മുന്നോട്ട് കൊടുത്തു ഞാൻ പറഞ്ഞാലോ? ഏത് പാർട്ടിയിലും നരാധവന്മാരുണ്ടാകും, സ്ത്രീ പീഡകരുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന യൂത്ത് കോൺഗ്രസ് പറയണേ. ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോ. നടപടി സ്വീകരിക്കേണ്ട കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്, പോലീസാ, പ്രോസിക്യൂഷനാ. അല്ലാതെ ഇവനെയൊക്കെ കൽത്തുറങ്ങിൽ നിന്ന് പുറത്തിറക്കി വിട്ടിട്ട് ജീവൻ രക്ഷാ പ്രവർത്തന സംഘത്തിൽ ചേരാൻ പറയുകയല്ല ചെയ്യണ്ടേ. അല്ലാതെ ഞങ്ങളുടെ പാർട്ടിയിൽ ഗുണ്ടകളുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലും ഇല്ലേ, ഞങ്ങളുടെ പാർട്ടിയിൽ പീഡിപ്പിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആളുകളും ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുന്ന ന്യായം ഒന്നും പറയില്ല ജയിക്കെ. ഇത് പുതിയ കാലഘട്ടമാ. നിങ്ങളുടെ പാർട്ടിക്കാരനല്ലെങ്കിൽ നിങ്ങൾ ഇന്നല്ല അത് പറയണ്ടേ. ഇനി ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല. നിങ്ങൾ നവകേരള നിർമ്മിതിയെ കുറിച്ച് പറഞ്ഞല്ലോ. സ്കൂളുകളുടെ മതിൽ പൊളിച്ചും അല്ലെങ്കിൽ സ്കൂൾ കെട്ടിടം പൊളിച്ചും അല്ലെങ്കിൽ നാട്ടിലെ ചെറുപ്പക്കാരെ തലയടിച്ചു പൊട്ടിച്ചൊക്കെ നടത്തുന്ന നവകേരള നിർമ്മിതിയുടെ ഭാഗമായിട്ട് നിങ്ങൾ കല്യാശ്ശേരിയിൽ ഇത് നടത്തി, നിങ്ങൾ കൊല്ലം വരെ ഇത് നടത്തി. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ നടത്തിയ അശ്ലീല സമരം എന്ന അത് നിങ്ങൾ SFIക്കാര് അടിവസ്ത്രമിടാതെ പോയി നടത്തിയ സമരം കണ്ടിട്ട് തോന്നായിരിക്കും. യൂത്ത് കോൺഗ്രസ് ഒരു അശ്ലീല സമരവും നടത്തിയിട്ടില്ല. പിന്നെ പോലീസിന്റെ കഴിവിനെ കുറിച്ച് താങ്കൾ പറയുന്നു. പോലീസിന്റെ കഴിവ് വണ്ടിപ്പെരിയാറിലും വാളയാറിലും ഒക്കെ മരണപ്പെട്ട പെൺകുട്ടികൾക്ക് നീതി ഉറപ്പാക്കി കൊടുക്കുന്നതിൽ നമ്മൾ കണ്ടതാ. പോലീസിന്റെ കഴിവ് മാല മോഷ്ടിക്കുന്നവനും മാങ്ങ മോഷ്ടിക്കുന്നവന്റെ ഒക്കെ ശേഷിയോടെ നമ്മൾ കണ്ടതാ. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ചെറുപ്പക്കാരെ തലയടിച്ചു പൊട്ടിയിട്ട് ഒരു നടപടി സ്വീകരിക്കാൻ പോലും കഴിയാതെ ഉന്നത ഉദ്യോഗസ്ഥരെ വിറങ്ങലിച്ച് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ. അപ്പൊ നിങ്ങൾ പോലീസിന്റെ കഴിവിനെ കുറിച്ച് പറയണ്ട. അറ്റ്ലീസ്റ്റ് ആ മഹിജയുടെ പഴയ SFIയുടെ സഹയാത്രികയല്ലേ, മഹിജയുടെ മരണത്തിന്റെ ഉത്തരവാദികൾക്കെതിരെങ്കിലും നടപടി സ്വീകരിക്കാനുള്ള ചങ്കൂറ്റം നിങ്ങൾ കേരളത്തിലെ പോലീസിനോട് ആവശ്യപ്പെടണം. ഇനി 5 പേര് കൂത്തുപറമ്പിൽ രക്തസാക്ഷിയായതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് DYFI യൂത്ത് കോൺഗ്രസിനെ പോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നുള്ള ഉത്തമ ബോധ്യത്താണ് ഞാൻ പറയുന്നു. ആ 5 ചെറുപ്പക്കാർ മരണപ്പെട്ടത് ആത്മഹത്യാ സ്ക്വാഡായതിനാണോ? നിങ്ങളുടെ നേതാക്കന്മാർ സമരം ചെയ്യാൻ പോയി അടിമേടിക്കുന്ന ആളുകളൊക്കെ ആത്മഹത്യാ സ്ക്വാഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കൂത്തുപറമ്പിലെ ആളുകൾ ആത്മഹത്യാ സ്ക്വാഡാണോ എന്നുകൂടി താങ്കൾ പറയണം. അടുത്തത് കറുത്ത പതാക എന്ന് താങ്കൾ പറഞ്ഞു. കരിങ്കൊടി നിങ്ങൾ ഉയർത്തുമ്പോൾ കറുത്ത പതാകയും ഞങ്ങൾ ഉയർത്തുമ്പോൾ അത് കരിങ്കൊടിയുമാകുന്ന എങ്ങനെ ജയിക്കേ? നിങ്ങൾ ഉയർത്തുമ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് സമരം ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് ആ അംഗൻവാടിയിലെ ആശാ വർക്കർമാരെ പോലെ അല്ലെങ്കിൽ ആയമാരെ പോലെ കുറുക്ക് തരാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകുന്ന പോലെയാണ് കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ പെൺകുട്ടികളെ തെരുവിലിട്ട് അടിച്ച് അവരുടെ വസ്ത്രം ഇറക്കിയിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ 2 സംഘടനകളോട് 2 നയം സ്വീകരിക്കുന്ന ഈ പോലീസ് കൃത്യമായിട്ട് സഖാവുവൽക്കരിക്കപ്പെട്ടു. നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ സംഘവൽക്കരണം എന്ന് പറഞ്ഞില്ലേ? കേരളമെമ്പാടും സഖാവുവൽക്കരണം ചെയ്യുന്ന ഈ പോലീസ് സേനയ്ക്കെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. അതിന് നിങ്ങൾക്ക് എന്താ ഛേദം? നിങ്ങളെ പോലെ തന്നെ സമരം ചെയ്യാനുള്ള ശേഷിയും അവകാശവും ഞങ്ങൾക്കുണ്ട്. ഞങ്ങളത് ചെയ്യും. ഇനി തടയാൻ വന്ന നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ജീവൻ രക്ഷാ ടൂളുകളൊക്കെ ഒന്നൊന്നായിട്ട് ഞങ്ങൾ എടുത്ത് ഉപയോഗിക്കും. പിന്നെ നിങ്ങൾ പറഞ്ഞു ലക്ഷക്കണക്കിന് ആളുകൾ നവകേരള സദസ്സിലേക്ക് ഒഴുകിയെത്തുന്നു. സത്യത്തിൽ ഒഴുകുന്നതേ കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് പുറത്തേക്ക് ഒഴുകി പോകുന്നത്. അതിനെക്കുറിച്ച് കൂടി നിങ്ങൾ ഒന്ന് ചർച്ച ചെയ്യേണ്ടതല്ല. ശരി, ശ്രീ ജേക്സി തോമസ്, ഇത്ര വൈകാരികമായ നിലയിൽ കോൺഗ്രസ് സമരം ചെയ്യുന്നത് നമ്മൾ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ. എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടത്. നേരത്തെ ശ്രീ ജയ്ക്ക് പറഞ്ഞു DYFI അങ്ങനെ സമരം ചെയ്യുന്ന കരിങ്കൊടി കാണിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ ഹെൽമറ്റിനും അതുപോലെ പൂച്ചട്ടിക്കൊന്നും അടിക്കാൻ തീരുമാനിച്ചിട്ടില്ല, ഞങ്ങളുടെ തീരുമാനപ്രകാരമല്ല എന്ന്. അങ്ങനെ സംഭവം ഉണ്ടായാൽ അതിനെ തള്ളിപ്പറഞ്ഞാൽ പോരെ? മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി എൻ്റെ സുരക്ഷ നോക്കാൻ ഇവിടെ കേരള പോലീസ് ഉണ്ട്, ഞാൻ ആഭ്യന്തരമന്ത്രിയാണ്, ഇത്തരം ആളുകളെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ എൻ്റെ സുരക്ഷ ഈ പ്രശ്നത്തിന്റെ
കാര്യങ്ങൾ, ഇതൊക്കെ നോക്കാൻ ഇവിടെ പോലീസുണ്ട്, വേറെ ആരും അത് ചെയ്യേണ്ട എന്നൊരു വാചകത്തിൽ ഇതിനെ തള്ളിപ്പറഞ്ഞിരുന്നു എങ്കിൽ ഇത്ര രൂക്ഷമായ നിലയിലേക്ക് കാര്യങ്ങൾ മാറുമായിരുന്നു? കേരളത്തിലെ എമ്പാടും ഇത് ആവർത്തിക്കപ്പെടുമായിരുന്നു? മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞില്ല, മുഖ്യമന്ത്രി അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞു, മുഖ്യമന്ത്രി അതിനെ പരോക്ഷമായി പിന്തുണച്ചു. അതുകൊണ്ടെന്ന് സംഭവിച്ചു? കേരളം ആകെ ഇത് ആവർത്തിക്കപ്പെട്ടു. അപ്പോൾ ആരാണ് ഇതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം ഏൽക്കേണ്ടത്? ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം. ഏറെക്കുറെ നമ്മൾ വിശകലനം ചെയ്ത കാര്യം തന്നെയാണ് അങ്ങ് വീണ്ടും ചോദ്യമായി ആവർത്തിക്കുന്നത്. അതിന് തൊട്ട് മുമ്പായി നമ്മളുടെ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ മാന്യനായ അദ്ദേഹം നമ്മളുടെ ചർച്ചയിൽ പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ സഹജമായ ശൈലിയാണ്. ആ ശൈലിയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിനൊരു ഭംഗവും വരുത്താതെ അദ്ദേഹത്തിൻ്റെ അവസരത്തിൽ പല കാര്യങ്ങളും ഇവിടെ ആവർത്തിച്ചു. ഞാൻ അതിനൊന്നും അതേ നാണയത്തിൽ മറുപടി പറയുന്നില്ല. സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ സ്കൂളിൽ നിന്നല്ല ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അത് ഞങ്ങളുടെ ഒരു ഔദാര്യമായി അദ്ദേഹം കണ്ടാൽ മതി. പക്ഷേ അദ്ദേഹം പറഞ്ഞ വഴിക്ക് പറഞ്ഞു, എന്താണ് പറഞ്ഞത്, ഈ സമരം നടത്തിയ കേസിലെ അമ്മ അവർ ഇന്ന് ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചു അത്രേ. ആ സമർപ്പിക്കപ്പെട്ട ഹർജിയെ തുടർന്ന് ഇന്ന് ഹൈക്കോടതിയുടെ ന്യായാധിപ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ചില പ്രതികരണങ്ങളുണ്ടായി. അതൊക്കെയാണ് അദ്ദേഹം കോട്ട് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്താണ് പറഞ്ഞത്, നവകേരള സദസ്സിനെ കൊണ്ട് ഒരു പട്ടിക്ക് ബിസ്ക്കറ്റ് പോലും ലഭിക്കുന്ന ഗുണമുണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ ശൈലിയിൽ അദ്ദേഹത്തിന്റെ സംസ്കാരം വെളിവാക്കിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, പട്ടിക്ക് ബിസ്ക്കറ്റ് വാങ്ങി കിട്ടുന്നതാണ് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ നേതാക്കന്മാർ നടത്തുന്ന പരിപാടിയുടെ മികവിന്റെ മാനദണ്ഡം എന്നുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അല്ല, കംപ്ലീറ്റ് ചെയ്യൂ. ഞാൻ അടുത്തത് അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഞാനല്ലല്ലോ പറഞ്ഞത്. അല്ല ഒരു മിനിറ്റ്, അത് പറയുന്നത് ശരിയല്ലല്ലോ. ഞാനല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞോ? എന്റെ ഭാഷയിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞത് എന്താ? ഞാൻ പറഞ്ഞ മറിയക്കുട്ടി പറഞ്ഞ കാര്യം പറഞ്ഞത്, അല്ലാണ്ട് ഞാൻ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് മറിയക്കുട്ടി പറഞ്ഞതെന്ന് എല്ലാ വാർത്തയിലും ഉണ്ട്. ഇയാള് കാണാതെ പോയത് അയാളുടെ കുഴപ്പം. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ തന്നെ. പക്ഷേ നമ്മൾ അഭിമാനത്തോട് കൂടിയിട്ടാണല്ലോ ആ സമരം ചെയ്ത സ്ത്രീയുടെ അഭിപ്രായത്തെ ഇവിടെ കോട്ട് ചെയ്തത്. അങ്ങേക്ക് ഇഷ്ടമില്ലാത്തൊരു അഭിപ്രായമാണോ? വളരെ മോശമെന്ന് അങ്ങേക്ക് തോന്നിയ അഭിപ്രായമാണോ? അല്ലല്ലോ. അങ്ങ് ഇഷ്ടത്തോടുകൂടെ അഭിമാനകരം എന്ന നിലയിൽ അങ്ങ് കോട്ട് ചെയ്ത വാചകങ്ങളാണ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചത്. അങ്ങ് പറയാത്തൊരു വാക്കോ വാചകമോ അല്ല. അങ്ങ് സമരം ചെയ്ത സ്ത്രീയുടേതെന്ന നിലയിൽ ഇവിടെ കോട്ട് ചെയ്തു. അങ്ങേക്ക് ആസ്വാദികരവും അങ്ങേക്ക് സ്വീകാര്യവുമാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങ് ഇവിടെ അത് കോട്ട് ചെയ്തത്. ഞാൻ ഇത്രയും ചോദിച്ചുള്ളൂ, പട്ടിക്ക് ബിസ്ക്കറ്റ് ലഭിക്കുന്നതാണോ ഒരു പരിപാടിയുടെ വിജയത്തിന്റെ മാനദണ്ഡമായി സംഘപരിവാരം കരുതുന്നത്? അങ്ങനെയാണെങ്കിൽ അങ്ങേക്ക് വ്യക്തമാക്കാം, ഇനി പട്ടിക്ക് ബിസ്ക്കറ്റ് ലഭിക്കുന്നതല്ല ഒരു പരിപാടിയുടെ വിജയകരമായ മാനദണ്ഡമായി RSS അല്ലെങ്കിൽ സംഘപരിവാർ കരുതുന്നതെങ്കിൽ അങ്ങേക്ക് അതും വ്യക്തമാക്കാം. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. ഇന്ന് അങ്ങേക്ക് സൗകര്യം ലഭിക്കുമെങ്കിൽ കേരളത്തിലെ ആരോഗ്യമന്ത്രി വിശദീകരിച്ചുകൊണ്ട് ഒരു അനുഭവം ഇന്ന് തൊട്ട് മുമ്പ് എഴുതിയിട്ടിട്ടുണ്ട്. അതായത് 11 വയസ്സുള്ള ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടി ജന്മനാ നട്ടല് വളർന്ന് ഇത്രയും കാലം നടക്കാൻ കഴിയുമായിരുന്നേയില്ല. 11 ലക്ഷത്തിലധികം വരുന്ന തുക മുടക്കി നവകേരള സദസ്സിന്റെ 13-ാം ദിവസം ലഭിച്ച പരാതിയെ തുടർന്ന് ചികിത്സയ്ക്ക് വിധേയമാക്കപ്പെടുകയും സർക്കാർ ഖജനാവിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കുഞ്ഞു ഫാത്തിമയുടെ അതിജീവനത്തിനായി ചെലവഴിക്കുകയും ഇത്രയും കാലം നട്ടലിൽ വളർന്നിരുന്ന കുഞ്ഞുമോള് ഇന്ന് അഭിമാനത്തോടുകൂടെ നട്ടല് നിവർത്തി എഴുന്നേറ്റ് നിൽക്കാൻ പര്യാപ്തമായി എന്ന വാർത്ത കുഞ്ഞിനെ ചികിത്സിച്ച കേരളത്തിലെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങ് മാതൃഭൂമിയുടെ ഫ്ലോറിൽ നിന്ന് സമയം ചെലവിട്ട് പരിശോധിക്കണമെന്നില്ല. വീട്ടിൽ പോയിട്ടാണെങ്കിലും ഒന്ന് ആലോചിച്ചാൽ മതി. സദസ് കൊണ്ട് പട്ടിക്ക് ബിസ്ക്കറ്റ് കിട്ടിയില്ല എന്ന് വിലപിച്ച ഏതെങ്കിലും ഒരു വീട്ടമ്മയാണോ ഇത്രയും കാലം നട്ടല് വളർന്ന് എഴുന്നേക്കാൻ കഴിയാതിരുന്ന ഒരു കുഞ്ഞ് നട്ടല് നിവർത്തി നിന്നു നവകേരള സദസ്സിന്റെ 13-ാം ദിവസത്തെ പരാതിയിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തുമ്പോൾ എന്നു കേട്ട യാഥാർത്ഥ്യജനകമായ അനുഭവമാണോ? ഏതാണ് ഈ സദസ്സിന്റെ വിജയത്തിന്റെ മാനദണ്ഡം? സൗകര്യം കിട്ടുമ്പോൾ അങ്ങ് വീട്ടിൽ പോയിരുന്ന് ആലോചിച്ചാൽ മതി. പിന്നെ അദ്ദേഹം മറ്റു പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. കൊല്ലത്തെ യുവമോർച്ചയുടെ ആക്രമണത്തെ, തല്ലിന്റെ വീരസ്യം പറച്ചിലൊക്കെ അദ്ദേഹം ഇവിടെ വിശദീകരിച്ചു. അത് അദ്ദേഹത്തിന്റെ നിലവാരം. ഞാൻ തല്ലിന്റെ വീരസ്യം പറച്ചിലോ അല്ലെങ്കിൽ സംഘപരിവാർ CPIM സംഘർഷാത്മകമായ അന്തരീക്ഷത്തിൽ കേരളം നേരിടേണ്ട വന്ന അനുഭവങ്ങളൊന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. പക്ഷെ അങ്ങ് മനസ്സിലാക്കേണ്ടത് RSSന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകൾ ഉണ്ടെന്ന് 2020 ഓർഗനൈസർ അവകാശപ്പെട്ട സംസ്ഥാനം ഗുജറാത്തോ UPയോ കർണാടകയോ രാജസ്ഥാനോ അല്ല, അത് കേരളമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് RSSന്റെ ഒരു പ്രചാരകൻ പോലും ഇന്ത്യൻ പാർലമെന്റിലോ കേരള നിയമസഭയിലോ എത്താത്തത്? എന്തുകൊണ്ടാണെന്ന് അങ്ങ് സൗകര്യം കിട്ടുമ്പോൾ വീട്ടിൽ പോയിരുന്ന് കൊല്ലത്തെ യുവമോർച്ചക്കാരോടൊപ്പം ഒന്ന് ചർച്ച ചെയ്ത് വീരസ്യമൊക്കെ പറഞ്ഞതിന് ശേഷം ഇത്രയും ശാഖയും RSSും കേരളത്തിലുണ്ടായിട്ടും എന്തുകൊണ്ട് നമുക്കിതൊന്നും ഇവിടെ ഇല്ല? എന്തുകൊണ്ട് ജനങ്ങൾ നമ്മളെ പുറമ്പോക്കിലേക്ക് വലിച്ചെറിയുന്നു എന്നൊക്കെ സൗകര്യം കിട്ടുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി. അത് രാഷ്ട്രീയത്തിന്റെ, കേരളം ഉയർത്തിപ്പിടിക്കുന്ന പ്രബുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകതയാണ്. എന്നിട്ട് ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വയനാട് MP-യുമായി ആലോചിച്ച് ഒരു സ്നേഹത്തിന്റെ കട ഇവിടെ തുടർന്നാൽ കോൺഗ്രസ്സുകാരുമായിട്ടുള്ള പ്രശ്നം പരിഹരിച്ചുകൂടെ എന്ന്. സ്നേഹത്തിന്റെ കടയുടെ മാതൃകയിൽ വെറുപ്പിന്റെ കട കേരളത്തിൽ ഒരാൾ തുറന്നിട്ടുണ്ട്.
നിങ്ങളുടെ വാലാട്ടി എന്നതുപോലെ നിങ്ങളുടെ പുറകെ നടക്കുന്ന കേരളത്തിലെ ചാൻസലർ ഒരു പുതിയ കട തുറന്നിട്ടുണ്ട്. ആ കടയിൽ നിന്ന് കേട്ട ഏറ്റവും ഒടുവിലത്തെ ഉൽപ്പന്നമാണ് കേരളത്തിലെ ലക്ഷണമൊത്ത കൊലപാതകയായി കോടതി കണ്ടെത്തി ജയിലിൽ കഴിയുന്ന ലക്ഷണമൊത്ത RSSകാരൻ അയാളുടെ ജീവിത പങ്കാളിയെ കേരള സർവകലാശാലയുടെ സെനറ്റിലേക്ക് കൊണ്ടുവച്ചു ചില കോൺഗ്രസ് നേതാക്കന്മാരോടൊപ്പം. ആരു തമ്മിൽ തുടങ്ങിയ കടയുടെ ഉൽപ്പന്നമാണ്, ഏതു തെരുവിൽ നിന്ന് കിട്ടിയ കടയിലെ മധുരോപഹാരമാണ് കാലിക്കറ്റ് സർവകലാശാലയിലേക്കും കേരള യൂണിവേഴ്സിറ്റിയിലേക്കും നിങ്ങൾ കൊടുത്തയച്ചത്. അങ്ങനെ കൊടുത്തയക്കുന്ന ലിസ്റ്റ് വാങ്ങി കയ്യിൽ വെച്ച് മിണ്ടാതിരിക്കാൻ ഞങ്ങളുടെ പേര് K. സുധാകരൻ എന്നല്ല എന്നിന്ന് കാലിക്കറ്റ് സർവകലാശാലയിലെ സമരത്തോടുകൂടെ അങ്ങയ്ക്കും അങ്ങയുടെ പ്രിയപ്പെട്ട നേതാവായ ചാൻസലർക്കും ബോധ്യം വന്നിട്ടുണ്ട്. കൊടുത്തയക്കുന്ന ലിസ്റ്റ് RSSന്റെ ശാഖയിലോ BJPയുടെ ഓഫീസിലോ സ്വീകരിക്കും. കേരളത്തിന്റെ സർവകലാശാലയിൽ ഒരു കൊലപാതകയ്ക്കും അവന്റെ ജീവിത പങ്കാളിക്കും കയറിയിരിക്കാനുള്ളതല്ല കേരളത്തിന്റെ യൂണിവേഴ്സിറ്റി. അത് ഞങ്ങൾ വിട്ടുതരത്തുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഏത് യുവമോർച്ചക്കാരൻ തല്ലാൻ വന്നാലും അതിന്റെ വീരസ്യം പറഞ്ഞാലും. പിന്നെ തുടർച്ചയിലോ കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് ആകെ ഈ സമരത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇവിടെ തെറ്റുധരിപ്പിക്കാൻ എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞു. വണ്ടിപ്പെരിയാർ കേസിലെ പ്രതി DYFIയുടെ നേതാവാണ്. ഞാൻ ആവർത്തിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, DYFIയുടെ ഏതു ഘടകം? ഞങ്ങൾക്ക് 30,000-ലധികം വരുന്ന യൂണിറ്റ് കമ്മിറ്റികളുണ്ട്, 2,000-ലധികം വരുന്ന മേഖലാ കമ്മിറ്റികളുണ്ട്, 220-ലധികം വരുന്ന ബ്ലോക്ക് കമ്മിറ്റികളുണ്ട്, 14 ജില്ലാ കമ്മിറ്റികളുണ്ട്, അതിന് മുകളിൽ സംസ്ഥാന ഘടകവും കേന്ദ്ര ഘടകവും ഉണ്ട്. ഒരുത്തന്റെയും വ്യാജ ID കാർഡ് സംഘടിപ്പിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടി വ്യാജ സംഘത്തിന്റെ നേതൃത്വമായിട്ടല്ല കേരളത്തിൽ DYFI നിൽക്കുന്നത്. മനസ്സിലാക്കണം യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് കേട്ടോ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ലക്ഷക്കണക്കിന് വ്യാജന്മാരെ ഉണ്ടാക്കിയ ഇന്ത്യ വിരുദ്ധ സംഘമായിട്ടാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനെ കണ്ടിട്ടുള്ളത്. അത് നിങ്ങളെ പോലെ വ്യാജന്മാരുടെ സംഘമല്ല. അതുകൊണ്ടാണ് ചോദിച്ചത്, ഏത് യൂണിറ്റ്, ഏത് മേഖല, ഏത് ബ്ലോക്ക്, ഏതു ജില്ല? അങ്ങേക്ക് മിണ്ടാട്ടോ ഇല്ലല്ലോ. അങ്ങ് പറഞ്ഞു ചിത്രം എടുത്തു എന്ന്. വയനാട് MPയുടെ കൂടെ ചിത്രം എടുത്ത KPCCയുടെ സേവാ വിഭാഗത്തിന്റെ നേതാവ് ഇന്ന് ജയിലിൽ കിടക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വരെ. എന്താ കുറ്റം എന്നറിയുമോ? കോടാനുകോടി തട്ടിച്ച കേസില് വയനാട് MPയും AICCയും ചേർന്നാണ് തട്ടിച്ചതെന്ന് ഞാൻ അങ്ങ് പറഞ്ഞാലോ? ആ പോക്സോ കേസിലെ പ്രതി വയനാട് MPയുടെ കൂടെ ചിത്രം എടുത്തതില്ലേ? എഞ്ചിനീയറിംഗ് കോളേജിൽ കയറി കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ 1-ാം പ്രതി വയനാട് MPയുടെയും കൂടെ നിങ്ങളുടെ നേതാക്കന്മാരുടെയും കൂടെ ചിത്രം എടുത്തവരില്ലേ? ഇത് പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ നരാധമന്മാർ എല്ലാ പാർട്ടിയിലും ഉണ്ടാകും, പക്ഷെ അവരെ തള്ളിക്കളയുകയാണ് എന്ന്. ഞങ്ങളുടെ കുട്ടികളാണ് എന്ന് പറഞ്ഞത് ആരാ? പറഞ്ഞ നേതാവിന്റെ പേരെന്താ? എഞ്ചിനീയറിംഗ് കോളേജിന്റെ 7 അയലത്ത് കയറാൻ യോഗ്യതയില്ലാത്ത ഒരുത്തനും സംഘവും കോളേജിനുള്ളിൽ കയറി പ്രതിഭയോടുകൂടെ എൻട്രൻസ് എഴുതി പഠിച്ച് പാസ്സായി മിടുക്കനായി വന്ന കുട്ടിയെ ഒറ്റക്കുത്തിന് കുത്തിക്കൊന്ന കേസിലെ പ്രതികളെ സംബന്ധിച്ച് ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ ഒറ്റ കൂട്ടരേ ഉള്ളൂ. ആ കൂട്ടരുടെ പേരാണ് കോൺഗ്രസ്. നിങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ടോ? പിന്നെ കൊലക്കേസിലെ പ്രതികളായി അവരിപ്പോഴും തുടരുന്നു. അങ്ങ് മനസ്സിലാക്കേണ്ടത് എന്താണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു അർത്ഥഗർഭമായ തമാശയോടുകൂടെ. അതിനെയൊക്കെ അവജ്ഞയോടുകൂടെ ഞാൻ തള്ളിക്കളയുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവ് ഒന്ന് ഓർമ്മിക്കേണ്ടതുണ്ട്, കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ നിങ്ങൾ മത്സരിപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയുണ്ട്. അദ്ദേഹം കൊലക്കേസിൽ പ്രതിയായി കോടതി കുറ്റം ചെയ്തു എന്ന് കണ്ടെത്തി കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട നേതാവാണ്. കൊലക്കേസിലെ പ്രതികളെ, കോടതി ശിക്ഷിച്ച കൊലക്കേസ് പ്രതികളെ കേരള മുഖ്യമന്ത്രിക്കെതിരെ മത്സരിപ്പിച്ച നിങ്ങളാണോ ഇവിടെ പ്രതികളെ സംബന്ധിച്ച്, അതിനെ തള്ളിപ്പറയുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത്? ആദ്യം കൊന്നു കുടിച്ചുകൂടിയവന്മാരെ കൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കണം, എന്നിട്ട് വേണം വന്നിരുന്ന് പറയാൻ. ഒറ്റവാചകൂടെ പറഞ്ഞ് ഞാനത് ഭാഗം തീർക്കാം. ഗൺമാന്റെ അനുഭവങ്ങളെ സംബന്ധിച്ചല്ലേ, ഗൺമാൻ തല്ലിയപ്പോൾ നൊന്തു എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞത്. ആങ്കർ ഓർമ്മിക്കുന്നില്ലേ? വടക്കേ മലബാറിൽ കണ്ണൂർ ജില്ലയിൽ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റിന്റെ ഗൺമാൻ നാൽപ്പാടി വാസുവിനെ സേവറി ഹോട്ടലിൽ കയറി വെടിവെച്ച് കൊന്നുകളഞ്ഞത്. അതിനുശേഷം ഇനിയും തോക്ക് കൊടുത്ത് വിടണം എന്ന് ആക്രോശിച്ച ഒരാളാരാ? അയാളാണ് KPCCയുടെ പ്രസിഡന്റ്. അപ്പൊ ഗൺമാൻ ഹോട്ടലിനുള്ളിൽ കയറി ചോറുണ്ടുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യനെ വെടിവെച്ച് കൊല്ലാം, അപ്പൊ പൊള്ളില്ല അല്ലേ? മുഖ്യമന്ത്രിയുടെ സുരക്ഷയുള്ള സംഘം അതിനെ നേരെ ആക്രമിക്കാൻ വരുമ്പോൾ അതിന് നേരെ ഒരു ലാത്തി പ്രയോഗിച്ചപ്പോൾ ഞങ്ങൾക്ക് കൊന്നു, ഞങ്ങൾക്ക് കൊണ്ടു. വെടിവെച്ചപ്പോൾ ഞങ്ങൾക്ക് പൊള്ളിയില്ല, ഞങ്ങൾക്ക് ലാത്തി കൊണ്ട് അടിച്ചപ്പോൾ കൊണ്ടു അല്ലേ? ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകും. അന്തസ്സുണ്ടെങ്കിൽ അങ്ങ് ഈ രാഷ്ട്രീയ ചരിത്രമൊക്കെ പഠിക്കണം, എന്നിട്ട് വേണം ഇതിനെ സംബന്ധിച്ച് ഇവിടെ ഇരുന്ന് പറയാൻ. ശരി ശരി. ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉണ്ടാവും. ഈ ഗൺമാൻ വെടിവെച്ച സംഭവവും സേവറി ഹോട്ടലിൽ ബോംബ് പറഞ്ഞ സംഭവവും രണ്ടും രണ്ടാണ്, പക്ഷേ ഏതാണ്ട് ഒരേ കാലത്ത് നടന്നതാണ്. ഇപ്പോൾ അതല്ലല്ലോ നമ്മുടെ തർക്ക വിഷയം. ശ്രീ B. ഗോപാലകൃഷ്ണൻ, ഇവിടെ ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു കോൺഗ്രസും CPM കൂടി അങ്ങനെ തെരുവിലടിച്ചോട്ടെ, ഞങ്ങളിത് ഒഴിവാക്കി കളഞ്ഞതാണെന്ന്. നോക്കൂ, ഇതില് തുടർ സംഭവങ്ങളുടെ തുടർച്ചയാണ്, അതങ്ങ് ഓർമ്മിക്കുമല്ലോ. ശരി, അല്ല അത് ഒരേ കാലഘട്ടത്താണ് ഞാൻ പറഞ്ഞത്, രണ്ട് സംഭവമാണെന്നാണ്. അപ്പൊ നമ്മുടെ വിഷയം അതല്ല. ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ, ഞാൻ അങ്ങോട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം നോക്കൂ. ഇപ്പോൾ നവ കേരള സദസ്സ്, അതിനൊരു പൊളിറ്റിക്കൽ
ആയ ഉദ്ദേശം കൂടിയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയാണ് സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക, സർക്കാരിന്റെ നറേറ്റീവ് പുഷ് ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ കോൺഗ്രസ് അതിൽ നിന്ന് ബഹിഷ്കരണം പ്രഖ്യാപിക്കുന്നു, മാറുന്നു, അവർ സമരം ചെയ്യുന്നു, അതിനും രാഷ്ട്രീയ ഉദ്ദേശമുണ്ട്. ഇപ്പൊ നോക്കൂ എത്ര ഫിയേഴ്സ് ആയിട്ട് അവർ രണ്ടുപേരും വർദ്ധിത വീര്യത്തോടുകൂടി നേർക്കുനേർ പോരാടുകയാണ്. നേർക്കുനേർ, അക്ഷരാർത്ഥത്തിൽ സ്തോഭജനകമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ. അപ്പൊ നിങ്ങൾ പറയാണ് ഞങ്ങൾ ഈ കയ്യാളുടെ മുകളിലിരുന്ന് കളി കാണുകയാണെന്ന്. അങ്ങനെ കളി കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റോളില്ലാതായി പോകും കേരള രാഷ്ട്രീയത്തിൽ. ഇല്ല, കേരള രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഭിലാഷ് മോഹൻ വല്ലാതെ കഷ്ടപ്പെടണ്ട. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഞങ്ങളുടെ റോൾ നിങ്ങളുടെ രാഷ്ട്രീയമായി ഇന്ത്യ മുഴുവൻ ഞങ്ങളുടെ റോൾ ഞാൻ പറഞ്ഞു തീർന്നോട്ടെ. അഭിലാഷ് മോഹൻ വല്ലാതെ വേദനിക്കണ്ട, വിഷമിക്കണ്ട. ഞങ്ങളുടെ റോൾ ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം. 34 വർഷം, 1-2 വർഷമല്ല, 34 വർഷം വർദ്ധിത വീര്യത്തോടെ DYFI ഇവിടെ കാലുകുത്തിക്കാൻ അനുവദിക്കില്ല എന്ന് BJPക്കാരോടും യുവമോർച്ചക്കാരോടും പറഞ്ഞ സംസ്ഥാനമായിരുന്നു ബംഗാൾ. അവിടെ നിന്ന് 34 വർഷം ഭരിച്ചിട്ട് നിയമസഭയിൽ 3 പേര് പോലില്ല, 3 പേര് തികച്ചില്ല. CPMൻ്റെ നേതാക്കന്മാർ പൊറോട്ട അടിക്കുകയാണ് കേരളത്തിൽ. ഈ അവസ്ഥ നാളെ കേരളത്തിൽ വന്നാൽ കേരളത്തിലെ നേതാക്കന്മാർക്ക് പൊറോട്ട അടിക്കാൻ ഒരൊറ്റ സംസ്ഥാനവും ബാക്കിയില്ല. അതൊക്കെ ചാണകസംഖ്യകളുടെ സംസ്ഥാനങ്ങളായി മാറി എന്നുള്ളത് ആദ്യം DYFI നേതാവ് ഓർത്തു വെച്ചോട്ടെ. പിന്നെ ഞങ്ങളെ പുറത്താക്കി, കേരളത്തിൽ ഞങ്ങൾ ജയിച്ചിട്ടില്ല, ഞങ്ങൾ വരുന്ന് നിങ്ങൾ പ്രഖ്യാപിച്ച ബംഗാളിൽ ഞങ്ങൾ വന്നില്ലേ, നിങ്ങളെ ചുരുട്ടിക്കൂട്ടിയെടുത്ത് റോട്ടിലിട്ടില്ലേ, നിങ്ങൾ കീഴടക്കി വെച്ച 10-20 വർഷം കീഴടക്കി വെച്ച മറ്റ് സംസ്ഥാനം, ഞാൻ പേര് പറയേണ്ട കാര്യമില്ലല്ലോ, ത്രിപുര. ആ ത്രിപുരയുടെ അവസ്ഥ എന്താ? അവിടെയും നിങ്ങൾ വഴിയാധാരമായി. അധിക കാലമില്ല. നവകേരള യാത്ര തെക്കോട്ടാണ്. ആ നവകേരള യാത്ര തെക്കോട്ട് പോകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അവശേഷിക്കുന്ന സംസ്ഥാനം കേരളത്തിൽ കമ്മ്യൂണിസം അഥവാ മാർക്സിസ്റ്റ് പാർട്ടി തെക്കോട്ടെടുക്കാൻ പോവുക. അതിൻ്റെ സിമ്പലാണത്. അധികം അഹങ്കരിക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ. നിങ്ങൾ പറഞ്ഞില്ലേ പാർലമെൻറ്റിൽ ഒരു പ്രചാരകനുണ്ടോ, RSS പ്രചാരകൻ? ഉണ്ട് മിസ്റ്റർ. പാർലമെൻറ്റിൽ RSSൻ്റെ പ്രചാരകനാണ് പാർലമെൻറ്റിലെ പ്രധാനമന്ത്രി അടക്കം ഇരിക്കുന്നവർ. അന്ന് ആ പാർലമെൻറ്റിൽ ഒരാൾ ഉണ്ട്, തീരദേശത്തുനിന്ന് ഒരാളുണ്ട്. ആ ഒരാളല്ലാതെ, ഒരു കനൽത്തിരി അല്ലാതെ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? ഇപ്പം നിങ്ങൾ ഇവിടെ ഭയങ്കര അടിയുണ്ടാക്കുക. നിങ്ങളുടെ തമിഴ്നാട്ടിൽ നിന്ന് ഈ 2 പേരും കൂടി ചേർന്നിട്ടല്ലേ ആളുകളെ ഉണ്ടാക്കിയത്. ഇപ്പം നിങ്ങൾ ഡൽഹിയിൽ നടത്തുന്നത് ഈ 2 പേരും കൂടി ചേർന്നിട്ടല്ലേ ഡൽഹിയിൽ മറ്റേ നൃത്തം ചവിട്ടുന്നത്, മോഹിനിയാട്ടം നടത്തുന്നത്. നിങ്ങൾ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ കൂടെ ഇരുന്നിട്ടല്ലേ സീതാറാം യെച്ചൂരി മോഹിനിയാട്ടം കളിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോളാം, ഇന്ന് പിണറായി വിജയൻ ഇരിക്കുന്ന കസേരയില് സംഘപരിവാറിന്റെ പക്കാ ഭാഷയിൽ പറഞ്ഞാൽ എത്രയോ അപക്വമായിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലല്ലോ, നിങ്ങൾ പറഞ്ഞ നിങ്ങളെ നിർത്തരോ താൻ. ഞാൻ പറയുമ്പോ അയാളോട് മിണ്ടായിരിക്കാൻ പറ. ഞാൻ മിണ്ടിയിട്ടില്ല. അങ്ങനെ ഒരു നിങ്ങൾക്ക് പറയാം അല്ലേ, നിങ്ങൾക്ക് പറയണം. നിങ്ങൾ വേണമായിരുന്നാ മതി, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് പറയാമെല്ലാം. ഒരു ഗവർണർ നിങ്ങൾ എത്ര മോശമായിട്ടാ ഗവർണറെ പറഞ്ഞത്? നിങ്ങൾ ഗവർണറുടെ കാര്യം എന്താ പറഞ്ഞത്? വാലാട്ടി എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞ ഭാഷ ശരിയാണോ? നിങ്ങൾ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയല്ലേ? നിങ്ങൾ ഗവർണറെ അപ്പൊ ആ പറയണ്ട. നിങ്ങൾ പറഞ്ഞാൽ പറയും, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറയും. മനസ്സിലായില്ലേ? നിങ്ങൾ ഗവർണറെ കുറിച്ച് എന്താ പറഞ്ഞത്? ഭാഷ എന്താ അവിടെ? അമാന്യമായ ഭാഷയാ. ആ അമാന്യമായത് എന്തെന്നുള്ളത് നാട്ടുകാർ കേട്ടു. ഇപ്പൊ നിങ്ങൾ മിണ്ടാതിരിക്കട്ടെ. അമാന്യമായത് എന്താണെന്നുള്ളത് നാട്ടുകാർ കേട്ടതാ. മനസ്സിലായില്ല? ഇടപെടണ്ട. ഞാൻ പറയുമ്പോൾ ഇടയിൽ ഇടണ്ട. അതൊക്കെ നാട്ടുകാർ കേട്ടിട്ടുണ്ട്. മനസ്സിലായല്ലോ? അതൊക്കെ നാട്ടുകാർ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതവിടെ ശരിയല്ല. നമുക്ക് വളരെ മാന്യമായ ഭാഷയിൽ വളരെ ആരോഗ്യകരമായി സംവദിക്കാം. കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ? ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പറയും. ശരി, ഓക്കെ, അത് അവിടെ അവസാനിച്ചു. വിടൂ. രണ്ടുപേരും വിടൂ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറയൂ. ഞാൻ പല ആവർത്തി ചോദിച്ചു, അങ്ങ് വ്യക്തമാക്കുന്നില്ലല്ലോ. അയാളോട് മിണ്ടാണ്ടിരിക്കാൻ പറയാം. ഞാൻ പറഞ്ഞില്ല, രണ്ടുപേരും മിണ്ടാണ്ടിരിക്കാൻ പറയാം. ഈ വിഷയത്തിൽ ഒരു വാക്കിൽ പിടിച്ചിന് വാഗ്വാദം വേണ്ട. വിഷയങ്ങളിലേക്ക് വരൂ. തുടരൂ ശ്രീ ഗോപാലകൃഷ്ണൻ, അടുത്ത വിഷയത്തിലേക്ക് വാ. ഞാൻ സംസാരിക്കുന്നതിനിടയിൽ സംസാരിക്കരുത്. ഞാൻ ഇവരാരും സംസാരിക്കുന്നതിനിടയിൽ മിണ്ടിയിട്ടില്ല. ഞാൻ കേട്ടുകൊണ്ടിരുന്ന ആളാണ്. വളരെ പരമപുച്ഛത്തോടുകൂടി ഗവർണറെ വളരെ മോശമായ രീതിയിൽ
പദങ്ങൾ ഉപയോഗിച്ചപ്പോൾ ഞാൻ ഉപയോഗിച്ചു, ശരിയാണ്. അത് പിൻവലിക്കുകയാണെങ്കിൽ ഞാൻ ഇതും പിൻവലിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഞാനിപ്പോൾ സംസാരിക്കുന്ന ഇടയിൽ പറയരുത്. പിന്നെ കേരളം പുറമ്പോക്കിലേക്ക് തട്ടി എന്ന വാക്കാണല്ലോ പറഞ്ഞത്. സംഘപരിവാറിനെ കേരളം പുറമ്പോക്കിലേക്ക് തട്ടി. പുറമ്പോക്കിലേക്ക് തട്ടി നിങ്ങൾ 34 വർഷം ബംഗാളിൽ, ഇന്ന് ബംഗാളിൽ ഞങ്ങളാണ്. 20 വർഷം നിങ്ങൾ തട്ടി ത്രിപുരയിൽ, ഇന്ന് ത്രിപുരയിൽ ഞങ്ങളാണ്. സമീപകാലത്ത് കേരളത്തിൽ ഇന്നത്തെ നിങ്ങളുടെ നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിക്കുന്ന കസേരയിൽ സംഘപരിവാർ RSSകാരൻ ഇരിക്കും. അത് കണ്ടിട്ടേ നിങ്ങൾ മരിക്കൂ, യാതൊരു സംശയമില്ല. പക്ഷെ ഒരു പക്ഷേ ഇന്നാവില്ല, ഇന്നല്ലെങ്കിൽ നാളെ അതിലേക്ക് ഞങ്ങൾ വരും, യാതൊരു സംശയവുമില്ല. പിന്നെ വേറൊരു കാര്യം, ഇവിടെ പ്രതിഷേധിക്കാൻ പാടില്ല, ഇവിടെ പറയാൻ പാടില്ല. ഞങ്ങൾ അങ്ങോട്ട് ഇല്ലാണ്ടാക്കും. സംഘപരിവാറിൻ്റെ ആള് യൂണിവേഴ്സിറ്റിയിൽ വന്നാൽ ഞങ്ങൾ തടയും. നിങ്ങളൊരു ചുക്കും ചെയ്യില്ല എന്ന്. നിങ്ങൾ ഗവർണറെ തടയും. കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ? ഗവർണറെ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞില്ലേ? ഗവർണർ കാല് കുത്തിയില്ലേ? ഗവർണറെ കൊണ്ട് ഞങ്ങൾ അത് ജയിപ്പിക്കുന്നു. ഗവർണർ ഇച്ഛ വർപ്പിച്ചില്ലേ നിങ്ങളെ? ഇനിയിപ്പം നിങ്ങളിപ്പോൾ പറയുക, ഇപ്പോൾ കൊലപാതകിയുടെ ഭാര്യയെ കൊണ്ടുവന്നു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൊലപാതകിയാ. നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങളുടെ നേതാക്കന്മാർ മൊത്തം കൊലപാതകികളും അക്രമികളും അല്ലേ? നിങ്ങൾക്ക് നാണമുണ്ടോ സംസാരിക്കാൻ? കേരള മുഖ്യമന്ത്രിയോട് പോയി പറ ആദ്യം. അദ്ദേഹമാണ് ഒന്നാം പ്രതി, ഒരു തൊഴിലാളിയെ വെട്ടിക്കൊന്നത്. ആ വർത്താനം ഒന്നും പറയണ്ട, ഒന്ന് പോയി പണി നോക്കാം സാർ. പറയാൻ പാടില്ല. ഓഫീസിലല്ല, നിങ്ങൾ തന്നെ പറയണത്. വളരെ വളരെ മോശമായ ഭാഷയിലും ശരീരഭാഷയിലും ചർച്ച കൊണ്ടുപോകാൻ സംസാരിക്കുമ്പോ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ജയിക്കുന്ന അവസരം തരാം. അതിനു മുമ്പ് ഷിജിൻഡോ ഇത് നോക്കൂ. ഇതിപ്പോ നേരത്തെ ഞാൻ പറയും. താങ്കളുടെ അടുത്ത അവസരത്തിൽ താങ്കളിലേക്ക് വരാം. അടുത്ത അവസരത്തിൽ ഇവരൊക്കെ പറയുന്നത് കേട്ടോണ്ടിരിക്കുക. ഞാൻ സംസാരിക്കാൻ പാടില്ല. ഇനി അടുത്ത അവസരത്തിൽ താങ്കളിലേക്ക് വരാം. ശരി. ഇനി വാഗ്വാദമില്ല. ശ്രീ ജിന്നു, ഇവിടെ നോക്കൂ. കേരളം ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് കൂടി പോവുകയാണ്. സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ നേതാക്കൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളൊന്നും പറയാത്ത ഭാഷയിൽ തുടർച്ചയായി വി.ഡി. സതീശൻ പറഞ്ഞു, ഞങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കി തല്ലും, കല്യാശ്ശേരി മുതൽ തുടങ്ങുമെന്ന് പ്രഖ്യാപിക്കുന്നത് ഇന്നലെ കേട്ടു. ഇത് കലാപാഹ്വാനമാണെന്ന് മന്ത്രിമാർ തിരിച്ചു പറയുന്നത് കേട്ടു. അങ്ങനെ ഞങ്ങളും ലിസ്റ്റ് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളും ഇതിനിറങ്ങിയാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. ഇതൊന്നും എന്തായാലും കേരളം ആഗ്രഹിക്കുന്ന ഒരു സ്ഥിതിവിശേഷമല്ല. ഇങ്ങനെ ഒരു സെനാരിയോ എന്തായാലും കേരളം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം പറയുന്നതും രാഷ്ട്രീയം സംവദിക്കുന്നതും പരസ്പരം മത്സരിക്കുന്നതും വരെ ശരിയാണ്. പക്ഷേ തെരുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കുക എന്ന് പറയുന്നത് അസ്വീകാര്യമായ കാര്യമാണ്. അതുകൊണ്ട് നവകേരള സദസ്സിന്റെ പര്യവസാനത്തോടു കൂടി ഈ പറഞ്ഞ അന്തരീക്ഷവും ഇല്ലാതാവുമെന്ന് പ്രതീക്ഷിച്ചോട്ടെ. അഭിലാഷേ, ഞാൻ താങ്കളുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് പെട്ടെന്ന് ഞാൻ ജയ്ക്ക് പറഞ്ഞ 1-2 കാര്യങ്ങളോട് മറുപടി പറയാം. അദ്ദേഹം പറഞ്ഞ നവകേരള സൃഷ്ടിയുടെ ഭാഗമായിട്ട് ഇവിടെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു എന്ന്. എത്ര പരാതികൾ കിട്ടി, എത്ര പരിഹരിച്ചു, ആ പരാതി പരിഹരണത്തിന്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് ഇതുവരെ അവർക്ക് പറയാൻ ധൈര്യം കിട്ടിയിട്ടില്ല. കേരളീയം നടത്തിയതിന്റെ ചെലവ് എത്രയാണെന്ന് കൃത്യമായിട്ട് ഇതേവരെ കേരള സർക്കാരിന് പോലും നിശ്ചയമില്ലാത്തൊരു സാഹചര്യം. ഇവിടെ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് BJPയുടെ പ്രതിനിധി പറഞ്ഞത് ഇടുക്കിയിലെ മറിയക്കുട്ടി പറഞ്ഞതിനെ കുറിച്ചിട്ടാണ്. അവർ പറഞ്ഞതിൽ ഒരു തെറ്റുമുണ്ടെന്ന് തോന്നുന്നു. ഈ നവകേരള സദസ്സ് സംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഈ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തതായിട്ട് നമുക്കൊരു അറിവുമില്ല. മുഖ്യമന്ത്രിയുടെ വീട്ടിലെ പട്ടിക്ക് തീറ്റ കൊടുക്കുകയോ അല്ലെങ്കിൽ പട്ടിക്ക് കൂടുണ്ടാക്കുക, ഇതൊന്നും നവകേരള സദസ്സിന്റെ ഭാഗമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ നാട്ടിലെ കുട്ടികൾക്ക് നീതി കിട്ടണം. അത്തരത്തിൽ കേരളത്തിലെ കുട്ടികൾക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് വണ്ടിപ്പെരിയാറിൽ നടന്നത്. മറിയക്കുട്ടിക്ക് പട്ടിണിയില്ലാതെ പിച്ചച്ചട്ടി എടുത്ത് സമരം ചെയ്യേണ്ട സാഹചര്യമില്ലാതെ ഈ കേരളത്തിൽ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് കേരള സർക്കാരാണെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുക. ഇവിടെ മധുര പലഹാരം വിതരണം ചെയ്തു, അത് കെ സുധാകരന് കൊടുക്കണമെന്നാണ് ജയ്ക്ക് പറഞ്ഞത്. ഇവിടെ ഗവർണർ കൊണ്ട ആഗ്രാപ്പേടയും മേടിച്ച് ആനപ്രതിമ തിരിച്ചും കൊടുത്ത് ഓണക്കോടിയും കൊടുത്ത് ഗവർണർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്ത് ഇഷ്ടം പോലെ ഇഷ്ട സ്വാതന്ത്ര്യത്തിന് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ വിഹരിച്ചോ, നിങ്ങൾ ഗവർണർ തന്നെയായിട്ട് തുടർന്നോ, നിങ്ങൾ ചാൻസലർ തന്നെയായിട്ട് തുടർന്നോ എന്ന് പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഈ ഗവർണർക്കെതിരെ ആദ്യം ഗോബാക്ക് വിളിക്കുകയും ആദ്യം പ്രതിഷേധിക്കുകയും ചെയ്ത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. അന്ന് നിങ്ങളൊക്കെ ഒറ്റ കൈയായിരുന്നു. ഇനി അത് ഞാൻ വിടുകയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ഈ വണ്ടിപ്പെരിയാറിലെ പീഡിപ്പിച്ച ആ ഡിവൈഎഫ്ഐക്കാരനല്ല എന്ന്. പിന്നെ ഡിവൈഎഫ്ഐക്കാരനല്ലെങ്കിൽ ഇയാൾക്ക് എങ്ങനെ നിങ്ങളുടെ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടിയുടെ റെഡ് വോളണ്ടിയർ യൂണിഫോം ഇട്ട് നിങ്ങളുടെ പാർട്ടിയുടെ സമ്മേളന വേദിയിൽ വന്ന് സെൽഫി എടുക്കാനുള്ള സൗകര്യം കിട്ടിയത്? ഇന്ന് മുഖ്യമന്ത്രി കേരളത്തിന്റെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം പറ്റുന്ന മുഖ്യമന്ത്രിയുടെ അടുത്ത് വരാനായിട്ട് ഒരു പരാതിക്കാരൻ വന്നപ്പോൾ അയാളെ അടിച്ചോടിക്കുകയാണ് നിങ്ങളുടെ പാർട്ടി സഖാക്കന്മാർ. അതേ സാഹചര്യത്തിലാണ് കേരളത്തിലെ പാർട്ടി സഖാക്കന്മാരുടെ
CPM-ന്റെ പാർട്ടി സമ്മേളന വേദിയിൽ ഈ അർജുൻ വന്ന് നിങ്ങളുടെ റെഡ് വോളണ്ടിയർ യൂണിഫോം ഇട്ട് നേതാക്കന്മാരോടൊപ്പം സെൽഫി എടുക്കുന്നത്. ഇനി രണ്ടാമത്തത്, ഇയാളെ അന്ന് തന്നെ പുറത്താക്കിയെന്ന് DYFIയുടെ പ്രസ്താവനയുണ്ട്. MA നിഷാദ് എന്ന് പറഞ്ഞ ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള സംവിധായകൻ പറഞ്ഞിട്ടുണ്ട് ഇയാൾ DYFIക്കാരനാണെന്ന്. ഇതിനപ്പുറത്ത് ഇയാൾ DYFIക്കാരനാണോ എന്ന് അറിയാനായിട്ടുള്ള DNA ടെസ്റ്റ് നടത്താൻ എനിക്കറിയില്ല. ഇനി രണ്ടാമത്തെ, നിങ്ങൾ വ്യാജ യൂത്ത് കോൺഗ്രസ് എന്ന് അത് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ബോധ്യത്തിൽ നിന്ന് നാളിതുവരെ നിങ്ങളുടെ പോലീസ് അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലല്ലോ. പക്ഷെ വ്യാജന്മാരെ ഞങ്ങൾക്കറിയാം. വ്യാജ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് അത് ഒറിജിനൽ ആണെന്ന് പറയുന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടറി, എഴുതാത്ത പരീക്ഷ ജയിക്കുന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടറി, അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് 2 കോളേജിൽ വ്യാജമായിട്ട് പഠിപ്പിച്ച് വ്യാജ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ BCom ജയിക്കാതെ MCom ജയിച്ചവരും വ്യാജ രേഖയുടെ ഞാൻ പറഞ്ഞു താങ്കൾ ഇടപെടരുത്. താങ്കൾ പറയുമ്പോൾ ഞാനും ഇടപെടും. മര്യാദ കാണിക്കണം. താങ്കൾ മര്യാദ കാണിക്കണം. താങ്കൾ ആദ്യമായിട്ട് ഞാൻ വേണ്ടിയില്ല. ഇനി ഞാൻ കള്ളം പറയുന്നതാണെങ്കിൽ താങ്കൾ തിരുത്തിക്കോ. താങ്കൾ താങ്കളുടെ അവസരത്തിൽ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കണം. ജയിക്കേ മര്യാദ കാണിക്കണം. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഇനി താങ്കൾ പറഞ്ഞത് BCom ജയിക്കാതെ MCom ജയിച്ചവന്റെ സർട്ടിഫിക്കറ്റ്, BCom ജയിക്കാതെ MCOമിന് അഡ്മിഷൻ എടുത്തവന്റെ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചിട്ട് ഒറിജിനൽ ആണെന്ന് പറഞ്ഞത് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയാ, ഞാനല്ല. പിന്നെ നിങ്ങൾ വയനാട്ടിലെ ഒരു ബാങ്കില് പ്രസിഡന്റ് ആയിരുന്ന KPCCയുടെ ജനറൽ സെക്രട്ടറി ജയിലിൽ പോയതിനെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ അയാളെ തള്ളി പറയുന്നു. ഞങ്ങൾ അയാളെ അനുകൂലിച്ച് ഈ നിമിഷം വരെ കോൺഗ്രസിന്റെ ഒരു ബൂത്ത് മെമ്പർ പോലും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ നിങ്ങളുടെ പാർട്ടിയുടെ സഖാക്കന്മാര് ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പർ ജയിലിൽ പോയപ്പോ നിങ്ങൾ എത്രത്തോളം പ്രയാസപ്പെട്ടു. നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും സംസ്ഥാന സെക്രട്ടറിയും വന്ന് ഈ അഴീക്കോടൻ രാഘവന്റെ മണ്ണിൽ വന്ന് പറഞ്ഞില്ലേ, പാർട്ടി സഖാക്കന്മാരെ ഒറ്റ കൊടുക്കരുത്. ഒറ്റ കാര്യം ഞാൻ പറയാം. താങ്കൾ എന്നോട് ചോദിച്ചത് അന്തസ്സുണ്ടെങ്കിൽ എന്നാ. എനിക്ക് ഇത്രയൊക്കെ അന്തസ്സുള്ളൂ. താങ്കൾ ആദ്യം താങ്കളുടെ അന്തസ് ഒന്ന് പറയണം. ചിരിച്ചുകൊണ്ട് നുണ പറഞ്ഞാൽ കേരളം മുഴുവൻ അത് വിശ്വസിക്കുമെന്ന് താങ്കൾ വിചാരിക്കരുത്. ഇനി അഭിലാഷ് പറഞ്ഞ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. തിരികെ തല്ലും എന്ന് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ക്ഷമിച്ച് ക്ഷമയുടെ എല്ലാ നിർത്തിയും കടന്നു. ഇനി ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഇത്ര വിലക്കയറ്റമുള്ള കാലത്ത് ഞങ്ങളുടെ ചെറുപ്പക്കാർ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് വലിയ വില കൊടുത്താണ് ഭക്ഷണ സാധനങ്ങൾ മേടിക്കുന്നത്. വലിയ വില കൊടുത്താണ് കേരളത്തിൽ ജീവിക്കുന്നത്. ആ ചെറുപ്പക്കാരുടെ ദേഹത്ത് ഇനി പൊട്ടിച്ച് ചോര ഒലിപ്പിച്ചാൽ ഞങ്ങൾക്ക് തിരിച്ചടിക്കലേ വഴിയുള്ളൂ. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇത്തരം ടൂളുകൾ ഉപയോഗിച്ചോളാൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആശയം കൊണ്ട് ആശയത്തെ നേരിടും, ആയുധം കൊണ്ട് നേരിടാൻ വന്നാൽ ഇനി ഞങ്ങൾ മടിച്ചു നിൽക്കില്ല. ശരി, ഒറ്റ ഇടവേളയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ വരാം. ശ്രീ ജേക്സി തോമസ്, കേരളം കലുഷിതമാണ്. ഇവിടെ സമാധാനം ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഇതിങ്ങനെ പോയാൽ പറ്റുമോ? അങ്ങയുടെ ചോദ്യത്തിനുള്ള ഏറ്റവും പ്രസക്തമായ, അതിനോട് ചേർത്ത് വിലയിരുത്തേണ്ട കാര്യമാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഏറ്റവും അപക്വമായ നിരീക്ഷണം. മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അതൊരു പ്രസംഗത്തിൻ്റെ, ഒരു യോഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ അഗ്രസീവായി പറഞ്ഞു പോയതാണ്. അദ്ദേഹം അല്പം കൂടെ പക്വതയുണ്ട് എന്നുള്ളത് കണ്ടായിരിക്കാം അദ്ദേഹം തിരുത്താൻ ശ്രമിച്ചത്. പക്ഷേ നമ്മളുടെ പ്രതിപക്ഷ നേതാവോ വ്യാജ സംഘത്തിലെ ഏത് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെയും നാണിപ്പിക്കും വിധം ഇനിയും ഞങ്ങൾ തിരിച്ചു തല്ലും എന്ന് വിലപിച്ചുകൊണ്ടേയിരിക്കുന്നു. സമാധാനപൂർണ്ണമായ ഒരു അന്തരീക്ഷം കേരളത്തിൽ പുനഃസ്ഥാപിക്കാൻ ഉതകുന്ന പക്വതയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ, നേതാവിന്റെ പ്രതികരണമാണോ ഇത്? കേരളം ചർച്ച ചെയ്യട്ടെ. പിന്നെ ഇതിലേക്ക് പറഞ്ഞു വരുമ്പോൾ BJPയുടെ പ്രതിനിധി അദ്ദേഹത്തിൻ്റെതായ ശൈലി വീണ്ടും ഉപയോഗിച്ചു. ഞാൻ അതിൻ്റെ തുടർ ആവർത്തനത്തിലേക്കൊന്നും പോകുന്നില്ല. അദ്ദേഹം ഇടയ്ക്കെപ്പോഴോ ആക്രോശിച്ചു അത്രേ, നിർത്തടോ എന്നൊക്കെ എന്നോട് പറഞ്ഞു. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസരത്തിൽ അദ്ദേഹം ഉപയോഗിച്ച പദപ്രയോഗം. ബഹുമാന്യനായ BJP നേതാവെ, അങ്ങ് ശ്രദ്ധിക്കുമല്ലോ, ഞാൻ ബഹുമാന്യനായ BJP നേതാവ് എന്ന് തന്നെയാണ് അങ്ങേ വിളിക്കുന്നത്. അങ്ങേ നിർത്തടോ എന്നോ ഞാൻ പറയില്ല. അതാണ് ഞാനും അങ്ങയും തമ്മിലുള്ള വ്യത്യാസം. ചർച്ച കാണുന്ന പ്രേക്ഷകർ വിലയിരുത്തട്ടെ. പിന്നെ അദ്ദേഹം പറഞ്ഞു ഇന്ത്യ മുഴുവൻ ഞങ്ങൾ പടർന്നു പന്തലിച്ചിരിക്കുന്നു, കേരളത്തിലും ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഇവിടെ അധികാരത്തിൽ വരും. ഇങ്ങനെ അധികാരത്തിൽ വരുമെന്ന് ആഗ്രഹിച്ച കേരളത്തിലെ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പല മുതിർന്ന നേതാക്കന്മാരും മൺമറഞ്ഞു പോയി. ഇനി അങ്ങ് എന്നോടൊരു വെല്ലുവിളി നടത്തിയിരിക്കുന്നു. നമുക്ക് കാണാം, ഉണ്ടായിരുന്ന ഒരു സീറ്റിൽ നിന്നും കേരളത്തിലെ ജനത BJP എന്തുകൊണ്ട് ആട്ടിപ്പായിച്ചു? കൊല്ലത്തെ വീരസ്യം പറഞ്ഞ യുവമോർച്ചക്കാരോടൊപ്പം ചായ കുടിക്കുമ്പോൾ അങ്ങിരുന്നൊന്ന് ആലോചിച്ചാൽ മതി. രണ്ടാമത് ഗവർണറെ സംബന്ധിച്ച് അങ്ങ് പറഞ്ഞു ഏത് കോട്ടകൊത്തളത്തിലും ഗവർണർ വരും, ഞങ്ങളെ ഒന്നും തൊടാൻ കഴിയില്ല എന്നുള്ളതാണ്. കുറേ അധികം ബില്ലുകൾ താൻ ഇരിക്കുന്ന കസാരയുടെ കാലിനടിയിൽ ചവിട്ടിപ്പിടിച്ച് വെച്ചിരുന്നല്ലോ. ഇന്ത്യ മുഴുവൻ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായ ഗവർണറോട് ഇന്ത്യൻ സുപ്രീം കോടതി പറഞ്ഞു പഞ്ചാബ് ഗവർണർക്ക് ഒരു സാധനം കൊടുത്തു വിട്ടിട്ടുണ്ട്, മര്യാദക്ക് അത് വായിച്ച്, ഇദ്ദേഹത്തോടല്ല പറഞ്ഞത്, ഇദ്ദേഹത്തിന്റെ സെക്രട്ടറിയോട് പറഞ്ഞു, മര്യാദക്ക് അത് വായിച്ച് നല്ല മനസ്സിലാകുന്ന ഭാഷയിൽ വെടിപ്പായ വാക്കുകളിൽ പറഞ്ഞു കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്തു? പിടിച്ചു വെച്ച സാധനങ്ങളൊക്കെ കുറെ എണ്ണം രാഷ്ട്രപതിക്കും ഒപ്പിടേണ്ടവ അയച്ചു. ഇക്ഷ വരച്ചത് ആരാ? BJPയുടെ പ്രതിനിധി.
ഗവർണറാണോ ഇനിയിപ്പോ- അതോ നമ്മുടെ ചാൻസലർ ആണോ? ശരി, പിന്നെ ശരി, കേറ്റില്ല എന്ന് തീരുമാനിച്ച സ്ഥലത്ത് കേറ്റില്ല. ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ കണ്ടല്ലോ. ബാക്കി കാണാം. പിന്നെ കോൺഗ്രസ് പ്രതിനിധി അദ്ദേഹത്തിന്റെ അവസരം ഉപയോഗിച്ച് വീണ്ടും അദ്ദേഹം കള്ളം പറഞ്ഞു. ഞാൻ ആവർത്തിച്ച് ചോദിച്ചു, ഏത് എഴുതാത്ത പരീക്ഷ എഴുതി ജയിച്ചു SFIയുടെ സംസ്ഥാന നേതൃത്വം? എവിടെയുമില്ല. പറഞ്ഞ കള്ളമാണ്. നിങ്ങൾ പ്രചരിപ്പിച്ച ഹീനമായ ഒരു പച്ച കള്ളം. എന്നിട്ട് അതൊരു എളുപ്പമില്ലാതെ വീണ്ടും ഇവിടെ വന്നിരുന്ന് ആവർത്തിക്കുന്നു. വയനാട് ബാങ്ക് പ്രസിഡന്റിനെ തള്ളിക്കളഞ്ഞു എന്നാണ് പറഞ്ഞത്. ജയിലിൽ കിടന്ന അയാള് ഇറങ്ങി വന്നപ്പോൾ കോൺഗ്രസിന്റെ ത്രിവർണ്ണമാലയിട്ട് സ്വീകരിച്ചതാരാ? എഞ്ചിനീയറിംഗ് കോളേജിലെ കൊലപാതകങ്ങൾക്ക് മാലയിട്ട് കൊടുത്തതാരാ? ഗൺമാൻ ഈ പറഞ്ഞതുപോലെ കണ്ണൂർ ജില്ലയിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യരെ കൊന്നുകളഞ്ഞപ്പോൾ ഇനിയും തോക്ക് കൊടുത്തുവിടുമെന്ന് പറഞ്ഞവരാരാ? ഇതൊന്നും മറന്നുപോയിട്ടാണ് ഇനിയിപ്പോ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ഇതൊക്കെ ചർച്ച ചെയ്യാം. എന്തായാലും വളരെ കലുഷിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ കേരളം അഭിമുഖീകരിക്കുകയാണ്. അപ്പോൾ അതിന്റെ തുടർച്ച സ്വാഭാവികമായും രാഷ്ട്രീയ സംവാദങ്ങളിലും ഉണ്ടാകുമല്ലോ. വളരെ നന്ദി ശ്രീ ജേക്ക്, ശ്രീ ജിൻഡോ, ശ്രീ ഗോപാലകൃഷ്ണൻ. വളരെ നന്ദി മൂന്ന് പേർക്കും. സൂപ്പർ പ്രൈം ടൈമിന്റെ സമയം അവസാനിക്കുന്നു. നമസ്കാരം.